നമുക്ക് വചനത്തിലേക്ക് കണ്ണുതിരിഞ്ഞതിന് മുമ്പായിട്ട് ഒരു വാക്ക് കർത്താവിനെ തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങള് വീണ് വണങ്ങുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ മുഖപ്രകാശത്തിൽ ഞങ്ങളെ ഇരുത്തി അവിടുത്തെ ജീവന്റെ വചനങ്ങളെ ചൊല്ലിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അതെ കർത്താവെ, ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. അവിടുന്ന് കർത്താവെ, അവിടുത്തെ ആ വചനത്തിലൂടെ, നിത്യമായ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയൊക്കെ കർത്താവെ ശ്രദ്ധിച്ച് കേൾപ്പാനും അവിടുത്തെ ആ വചനത്തിന് കീഴടങ്ങുവാൻ ആത്മാവ് ജീവനുമാകുന്ന അവിടുത്തെ ആ വചനത്തിന് കീഴടങ്ങി ഞങ്ങളിൽ അധികം ജീവൻ, സമർത്ഥമായ ജീവൻ പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. വലിയ വിടുതലും സ്വാതന്ത്ര്യവും അവിടെ നൽകണം. കർത്താവ് വചനത്തിലെ മുന്നറിയിപ്പുകളെ കർത്താവെ അതെടുക്കുവാനും കർത്താവെ ഞങ്ങളെ തന്നെ കർത്താവെ അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ നിർമ്മലീകരിക്കുവാൻ കർത്താവെ തീക്ഷ്ണതയോടെ ആവേശത്തോടെ അങ്ങേ നോക്കുവാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. എല്ലാത്തിലും അവിടുത്തെ പുനഃനാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം 18 അധ്യായത്തിന്റെ 13 വാക്യം വരെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. വെളിപാട് പുസ്തകം 18 അധ്യായം നമുക്കറിയാം. 17-18 അധ്യായങ്ങളിൽ അവിടെ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. 17 അധ്യായത്തിൽ ബാബിലോണിനെ ഒരു മതപരമായ ഒരു വ്യവസ്ഥിതിയായിട്ട് ഉപമിച്ചിട്ടുണ്ടെങ്കിൽ 18 അധ്യായത്തില് ഒരു വാണിജ്യപരമായ വ്യവസ്ഥ, ഒരു റിലീജിയസ് സിസ്റ്റമാണ് 17 അധ്യായത്തിന്റെ. 18 അധ്യായത്തില് ഒരു കമേഴ്ഷ്യൽ സിസ്റ്റം എന്ന വണ്ണമാണ് നമ്മൾ ബാബിലോണിനെ അവിടെ കാണുന്നത്. ആ ബാബിലോണിന്റെ ആ ഒരു രണ്ട് മുഖങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. ബാബിലോൺ എന്ന് പറയുന്നത് അത് ആലങ്കാരികമായ ഒരു ആത്മീയാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. അത് വ്യാജമായ ക്രിസ്തീയതയെ കുറിക്കുന്ന ഒരു കാര്യമാണ്. അതായത് യേശുവിനെയാണ് പിൻപറ്റുന്നതെന്ന് പറയുകയും എന്നാൽ ലോകമാകുന്ന ജാരനോടുകൂടി ചേർന്ന് വ്യഭിചാരത്തില് സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ വ്യഭിചാരിണിയാണ് ഈ മഹാവേശ്യയായ ബാബിലോൺ എന്നാണ് നമ്മൾ 17 അധ്യായത്തിൽ മദർ ഓഫ് ഹാർലറ്റ്സ്, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേര് അവളുടെ മേല് അവളുടെ നെറ്റിയുടെ മേലെ എഴുതിയിരിക്കുന്നതായിട്ടൊക്കെ 17-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിച്ചു. അപ്പൊ അത് സുവ്യക്തമായിട്ട് കാര്യങ്ങള് നമ്മള് അതൊരു ഒളിച്ചുകളിയില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അത് 17-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യത്തില് 7 മലകളുടെ മേലിരിക്കുന്ന സ്ത്രീയാണ്. 7 മലകളുടെ മേല് റോമാണ് ഇരിക്കുന്നത്. റോമാണ് 7 മലകളുടെ മേലുള്ള പട്ടണം. അപ്പൊ റോമ ആസ്ഥാനമായിട്ടുള്ള റോമൻ കത്തോലിക്ക സഭ, റോമിലുള്ള വത്തിക്കാൻ സിറ്റിയിലാണ് റോമൻ കത്തോലിക്ക സഭ എന്ന കത്തോലിക്ക സഭയെ മാത്രം കല്ലെറിയാനല്ല, മറിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് വേർപെട്ട സമൂഹങ്ങള് എന്ന് പറയുന്ന അതുപോലെ തന്നെ ഉള്ള പാരമ്പര്യ സഭകളാവട്ടെ, പെന്തക്കോസ്ത് സഭകളോ പാരമ്പര്യ സഭകളോ ഒക്കെ ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പണത്തിന്റെ കാര്യമായാലും മനുഷ്യമാനത്തിന്റെ കാര്യമായാലും ജഡിക സുഖങ്ങളുടെ കാര്യമായാലും അതാണ് ആ 3 കാര്യം: പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ. ഇതാണ് കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. 1 യോഹന്നാൻ 2:16 പറയുന്ന ലോകം. ആ ലോകത്തോട് ചെങ്ങാത്തത്തോടുകൂടി പോകുന്ന ആ ഒരു ആത്മീയം എന്ന് പറയുന്ന മതപരമായ നേതൃത്വം അത് കത്തോലിക്ക സഭയിൽ മാത്രമല്ല, ഒരുപക്ഷെ അതിൽ കൂടുതലോ എല്ലാം ഈ വേർപെട്ട സഭകൾ എന്ന് പറയുന്ന എത്രയോ ഇന്ന് പെന്തക്കോസ്റ്റ് സഭകൾ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂ പെന്തക്കോസ്റ്റൽ സഭകൾ, പെന്തക്കോസ്റ്റും കഴിഞ്ഞിട്ട് ഓരോരുത്തരും അങ്ങ് പാസ്റ്ററായിട്ട് സ്വയം പ്രഖ്യാപിച്ച്, അപ്പോസ്തലനായിട്ടൊക്കെ സ്വയം പ്രഖ്യാപിച്ച് വലിയ വലിയ മെഗാ ചർച്ചസും വലിയ വലിയ കൺവെൻഷനുകളും കാര്യങ്ങളും ഒക്കെ അങ്ങ് അവരങ്ങ് സ്വയം അവരോധിതമായ ശുശ്രൂഷകന്മാരായിട്ട് അവര് വലിയ അപ്പോസ്തല പദവികളൊക്കെ എടുത്ത് വലിയ വലിയ മെഗാ ക്രൂസൈഡ്സും കാര്യങ്ങളും ഒക്കെ നടത്തി ഇല്ലാത്ത ഹീലിങ്സും ഇല്ലാത്ത മിറക്കിൾസും അങ്ങനെയൊക്കെയുള്ള എത്രയോ കാര്യങ്ങൾ യൂട്യൂബിലും ടെലിവിഷൻ ചാനൽസിലും ഒക്കെ കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്ന വണ്ണമുള്ള പല കോപ്രായങ്ങളും പല ഗുലുമാലികളൊക്കെ കാട്ടിക്കൂട്ടി പല സാമ്പത്തിക ക്രമക്കേടുകളിലൊക്കെ പിടിക്കപ്പെടുകയും ഈവൻ സ്ത്രീ വിഷയത്തിലൊക്കെയുള്ള പല കേസുകളൊക്കെ ആയിട്ടൊക്കെ ക്രിസ്തീയം എന്ന് പറയുന്ന മത നേതൃത്വത്തിലുള്ള ആൾക്കാർ ഇതിന്റെ എല്ലാം പിന്നാലെയൊക്കെ അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ കള്ളി വെളിച്ചത്താവുമ്പോൾ ഇതിനെ ബാബിലോൺ എന്നല്ലാതെ ഇവരൊന്നും വിളിക്കാനില്ല. അതെല്ലാം ബാബിലോൺ ത്രൂ ആൻഡ് ത്രൂ, A to Z, ഫുൾ ആൻഡ് ഫുൾ ബാബിലോൺ ആണ്. അത് ആ ക്രിസ്തീയ നേതൃത്വം, ക്രിസ്തീയ എന്ന് പറയുമ്പോൾ ഞാൻ ഡബിൾ ഇൻവേർട്ടഡ് കോമ 2 പ്രാവശ്യം കൂടി ഇടും. ക്രിസ്തീയ എന്നുള്ള കർത്താവിന്റെ പേര് ഏറ്റെടുക്കാൻ യോഗ്യതയില്ലാതെ എന്ന കർത്താവിന്റെ പേര് ഏറ്റെടുത്തുകൊണ്ട് അങ്ങനെയുള്ള നേതൃത്വം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയൊരു അപജയം ഇന്ന് യേശുവിലേക്ക്
മനുഷ്യർക്ക് വരുവാനുള്ള വലിയൊരു തടസ്സം തന്നെ ഈ ഒരു കർത്താവിന്റെ നാമത്തിലുള്ള തെറ്റായ പല കർത്താവിന്റെ നാമത്തെ അപമാനിക്കുന്ന വണ്ണമുള്ള പല കാര്യങ്ങളാണ്. അത് തെറ്റായ പല എക്സാമ്പിൾസ്, തെറ്റായ പല ഉദാഹരണങ്ങൾ, അവര് തന്നെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാരിൽ കണ്ടിട്ടുള്ള തെറ്റായ പല പ്രവണതകളും, തെറ്റായിട്ടുള്ള പല സാക്ഷ്യമില്ലാത്ത ജീവിതങ്ങളും, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങള് കർത്താവിനെ ജാതികളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു വല്ലാത്തൊരു റിലീജിയസ് സിസ്റ്റം, അതിനോട് തോൾ ചേർന്ന് ഇതിനെ ഒരു ബിസിനസ് സാമ്രാജ്യമായിട്ട് വലിയ വലിയ എസ്റ്റേറ്റുകളും റിയൽ എസ്റ്റേറ്റുകളും വലിയ വലിയ അത് പ്രോപ്പറായിട്ടുള്ള ബിസിനസ്സിന് ടാക്സ് ഒക്കെ അടച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ കുഴപ്പമില്ല. എന്നാൽ ഇത് ഭയങ്കര വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ ഉള്ള ഭയങ്കര ബിസിനസ് സാമ്രാജ്യങ്ങളും അതുപോലെയുള്ള മാഫിയ സംഘങ്ങളും വലിയ ലോബികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വലിയ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആ വാണിജ്യ വ്യവസ്ഥിതിയാണ് നമ്മൾ 18-ാം അധ്യായത്തിൽ കാണുന്നത്. 17-ാം അധ്യായത്തിൽ അതിന്റെ ഒരു റിലീജിയസ് വൈറ്റ് വാഷ്, ആ ഒരു മതപരമായ ഒരു മുഖം മൂടി കാണുന്നുണ്ട്. 18-ാം അധ്യായത്തിൽ ഇതിന്റെ വാണിജ്യപരമായ പണത്തിനായിട്ട്, പണം സമ്പാദിക്കാനായിട്ടുള്ള പല സ്മഗ്ലിങ്ങും പല ട്രാഫിക്കിങ്ങും ഹ്യൂമൻ ട്രാഫിക്കിങ്ങോ അതുപോലെയൊക്കെയുള്ള പലതരത്തിലുള്ള ചൂഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു വ്യവസ്ഥിതി, അത് ഈ പുരുഷാരം യേശുവിനെ മറച്ചു കളഞ്ഞതായിട്ട് നമ്മളിവിടെ ലൂക്കോസ് 19-ാം അധ്യായത്തില് അവിടെ സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ നീളമൊന്നുമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോൾ കർത്താവിനെ കാണാൻ വേണ്ടി വലിയ ആഗ്രഹമുണ്ട്. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് ലൂക്കോസ് 19-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ പുരുഷാരം വന്ന് കർത്താവിനെ മറച്ചു കളയുന്നു. ഇന്നും അത് തന്നെ ഒരു മതപരമായ യേശുവിന്റെ പേരെടുത്തുകൊണ്ട് യേശുവിന്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന യേശുവിനെ മറച്ചു കളയുന്ന ഒരു വലിയ പുരുഷാരം. അവിടെ നമ്മൾ ലൂക്കോസ് 19-ാം അധ്യായത്തില് യേശു യെരിഹോവിൽ നിന്ന് എത്തി കടന്നു പോകുമ്പം ചുങ്കക്കാല പ്രമാണിയ ധനവാനായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു ഇങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. സോ ആ പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. ഹി വാസ് അണേബിൾ ടു സീ ജീസസ് ബിക്കോസ് ഓഫ് ദ ക്രൗഡ്. അങ്ങനെ അവനൊരു കാട്ടത്തിമേലൊക്കെ കയറി കർത്താവിനെ കാണേണ്ടതായിട്ട് വന്നു. കർത്താവ് അങ്ങനെയുള്ളവർക്കും പ്രൊവിഷൻസ് ഒരുക്കും, കാട്ടത്തിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വളർത്തിയിടും. എന്നാൽ ഈ പുരുഷാരം യേശുവിനെ മറയ്ക്കുന്ന ഒരു പുരുഷാരം, നമ്മള് സ്നേഹവിരൽ നീട്ടിത്തൊടാം യേശുവിനെ എന്നുള്ള നമ്മുടെ ജോജി ബ്രദറിന്റെ പുസ്തകത്തിന്റെ ആ ഒരു അതിന്റെ ആ പുറന്താളെടുത്ത് നോക്കുവാണെങ്കിൽ ആ പുസ്തകത്തെ കുറിച്ചുള്ളൊരു മുഖവര പറയുന്നത് വളരെ മനോഹരമായി. ഈ പറഞ്ഞ എക്സാമ്പിള് ജോജി ബ്രദർ എന്ന് പറഞ്ഞ സക്കായിയുടെ ആ ഒരു ഈ പുരുഷാരം മറച്ചു വെച്ചെന്നുള്ള ഒരു കാര്യം, അത് ആ പുസ്തകത്തിന്റെ പുറന്താളിലെ ആ ഒരു പാരഗ്രാഫ് ആണ് അതിൽ നിന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്നും അനേകർ യേശുവിനെ മറയ്ക്കുകയാണ്, യേശുവിന് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നവര് ആരാ? കള്ളനും കവർച്ചക്കാരുമാണെന്ന കർത്താവ് യോഹന്നാൻ 10-8 വാക്യത്തിൽ വായിക്കുന്നേ. നമ്മൾ ആ വാക്യം നമ്മൾ സാങ്ക്വേറിന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് മുമ്പേ വന്നവർ എന്ന് പറയുമ്പം കർത്താവ് വരുന്നതിന് മുമ്പേ, സമയത്തിന് മുമ്പേ വന്നവർ എന്നുള്ളൊരു അർത്ഥമുണ്ട്. പ്രോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സമയത്തിന് മുമ്പേ, പൊസിഷന് മുമ്പേ, അതായത് കർത്താവിന്റെ മുമ്പേ കർത്താവിനെ മറയ്ക്കുന്ന രീതിയിൽ നിന്നുള്ളൊരു അർത്ഥവും കൂടെ ആ ഒരു പ്രോ എന്നുള്ള വാക്കിനുണ്ട്. അപ്പൊ ആ രണ്ടർത്ഥത്തിലും അങ്ങനെയുള്ളവര് കർത്താവിന് മുമ്പേ മെസ്സിഹാണെന്നൊക്കെ പറഞ്ഞ് അനേകര് വന്നതൊക്കെ കള്ളനും കവർച്ചക്കാരും പല അവതാരങ്ങൾ എന്നൊക്കെ പറയുന്നതോ അങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 8 വാക്യത്തിൽ എനിക്ക് മുമ്പേ പ്രോ എന്നുള്ള വാക്കിന് ബിഫോർ ഇൻ ടൈം ഓർ ഇൻ പൊസിഷൻ. അപ്പം ബിഫോർ ഇൻ ടൈം കർത്താവിന് മുമ്പേ വന്നിട്ടുള്ളവരെന്ന്, ബിഫോർ ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇപ്പൊ ഞാനിവിടെ നിൽക്കുവാണെങ്കിൽ ഒരാൾ വന്ന് എന്റെ മുമ്പേ വന്ന് അങ്ങ് മറഞ്ഞു നിൽക്കുവാണെങ്കിൽ എന്നെ ആരും കാണത്തില്ല എന്ന് പറയുന്നതിൽ കർത്താവ് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്ന കർത്താവിനെ അങ്ങ് മറച്ചുകൊണ്ട് വന്ന് നേതൃത്വം വന്ന് കർത്താവിനെ അങ്ങ് മറച്ചു കളയുന്നു. ഇന്ന് പല ക്രിസ്ത്യൻ എന്ന് പറയുന്ന സഭകളിലും ആളുകൾക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. യേശുവിനെ കാണാൻ പറ്റാതെ വണ്ണം വന്ന് ഈ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ അതിലെ ചീഫ് ആയിട്ടുള്ള വലിയ ബോർഡ് മെമ്പേഴ്സോ വലിയ വലിയ സ്വാധീനമുള്ള മനുഷ്യരോ ഒക്കെ വന്ന് ഈ യേശുവിനെ അങ്ങ് മറച്ചു കളയുക. പാവം പിടിച്ച ആൾക്കാരെങ്കിലും യേശുവിനെ തേടി ഈ സഭകളിൽ എവിടെങ്കിലും പോകുമ്പോൾ അവര് എത്തിവലിഞ്ഞ് നോക്കും, യേശുവിനെ കാണാൻ വേണ്ടി നോക്കും. പക്ഷെ യേശുവിനെ കാണുന്നില്ല. ഈ പറയുന്ന മതവൃന്ദത്തെ കാണുന്നത്, റിലീജിയസ് ക്യാമ്പിനെ കാണുന്നേ. കർത്താവ് എന്നെ
അവരെയൊക്കെ വിട്ട് ആ പാളയത്തിന് പുറത്തു പോയി കർത്താവ് നിന്ന് സഹിച്ചുകൊണ്ട് യെരുശലേമിൽ ഒരു മതപരമായ പാളയം ഉണ്ടായിരുന്നു. പിന്നെ ലോകക്കാരുടെ ഒരു പാളയവും ഉണ്ട്. ലോകക്കാര് അന്ന് പെസഹ ആചരിക്കാനായിട്ട് യഹൂദ മത നേതാക്കളെല്ലാം കൂടെ തടിച്ചുകൂടി, മതപരമായ മതഭക്തരെല്ലാം കൂടെ അവിടെ തടിച്ചുകൂടി. എന്നാൽ അവർക്ക് ആ മതപരമായ പാളയത്തിന്റെ പുറത്ത്, യെരുശലേമിന് പുറത്തുള്ള കാൽവരി കുന്നിലാണ് കർത്താവ് ഗൊൽഗോഥ മല അല്ലെങ്കിൽ കാൽവരി കുന്ന്. ഈ കാൽവരിയും ഗൊൽഗോഥയും ആ രണ്ട് വാക്ക് അത് എന്താ, ഈ ഗൊൽഗോഥ എന്ന് കേട്ടിട്ടുണ്ട്, കാൽവരി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം എന്താ ഇത് എക്സാക്ട്ലി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച ശനിയാഴ്ച മറ്റോ അത് സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മലയാളം ബൈബിളിൽ കാൽവരി എന്നുള്ളൊരു വാക്കേ ഇല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ NISB കാൽവരി എന്നുള്ളൊരു വാക്കില്ല. അപ്പം പിന്നെ എവിടെ കാൽവരി ഉള്ളത്? അപ്പം പിന്നെ KJV കാൽവരി എന്നുള്ള വാക്ക് ലൂക്കോസ് 22 ഞാൻ പറഞ്ഞതിന് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് അങ്ങോട്ട് പോകും. എന്നാൽ ഇത് നമ്മൾ അറിയേണ്ട, നമ്മളെല്ലാവരും കാൽവരിക്കുന്നിലെ കാരുണ്യമേ എന്ന് പറയുന്ന കാര്യങ്ങൾ ശരി തന്നെയാണ്, അതിന്റെ തെറ്റൊന്നും ഇല്ല. എന്ന് അത് എന്താന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് എന്താ യഥാർത്ഥത്തിൽ കാൽവരി കുന്നിലെ കർത്താവ് മരിച്ചു. അപ്പൊ പിന്നെ ഗൊൽഗോഥ എന്ന് പറയുന്നത് എന്താ? ഗൊൽഗോഥയിലെ പരമയാഗം. നമ്മുടെ പാട്ടിലൊക്കെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാവുന്നവർ കാണുമായിരിക്കും. പക്ഷെ എനിക്കത് എന്റെ കുറച്ചുകൂടി ഒരു കറക്റ്റായിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊന്ന് ഇന്റർനെറ്റിലേക്ക് ഒന്ന് സെർച്ച് ചെയ്തെടുത്തപ്പോഴാണ്. അപ്പം ഇന്റർനെറ്റിലും ബൈബിളിൽ അത് സെർച്ച് ചെയ്തെടുക്കുമ്പം ലൂക്കോസ് 23 33 വാക്യത്തിലാണ് KJV ബൈബിളിൽ കാൽവരി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ മലയാളം ബൈബിൾ വായിക്കുകയാണെങ്കിൽ തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, അപ്പൊ ആ തലയോടിടം, പ്ലേസ് ഓഫ് എ സ്കൾ, തലയോട് സ്കൾ, പ്ലേസ് ഓഫ് എ സ്കൾ, തലയോടിന്റെ ഇടം. ക്രാനിയൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രീനിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ, ഏതെങ്കിലും മെഡിസിനോ അത് റിലേറ്റഡ് ആയിട്ടുള്ള പാരാമെഡിക്കലോ ഒക്കെ പഠിക്കുന്നവർക്ക് അറിയാം, ക്രേനിയൻ എന്നാണ് സ്കള്ളിന് മെഡിക്കൽ ടേം ക്രേനിയൻ. ഈ ലാറ്റിൻ ഗ്രീക്ക് ഭാഷകളിൽ നിന്നാണ് മെഡിക്കൽ ടേംസ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ക്രേനിയൻ എന്ന് പറയുന്നത് തലയോടിനെ കുറിക്കുന്നത്. അപ്പൊ ക്രേനിയൻ അല്ലെങ്കിൽ ക്രാനിയോൺ എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് ഗ്രീക്കില് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ലത്തീൻ പരിഭാഷയിൽ ആ ക്രാനിയൻ എന്നുള്ള വാക്ക് കാൽവരി എന്നുള്ള വാക്കാണ്. അപ്പൊ അങ്ങനെയാണ് ആ കാൽവരി എന്നുള്ള വാക്കാണ് KJV ബൈബിളിൽ ലൂക്കോസ് 22:33 ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആണ് ആ കാൽവരി എന്നുള്ള വാക്ക്. തമിഴ് സൗരങ്ങളൊക്കെ കൽവാരി എന്നാ പറയുന്നത്, നമ്മൾ മലയാളത്തിലെ കാൽവരി. അപ്പൊ ആ കാൽവരി എന്നുള്ള വാക്ക് അത് പക്ഷെ NISB ട്രാൻസ്ലേഷൻ വന്നിട്ടില്ല. പക്ഷെ അതില് എബ്രായ ഭാഷയിൽ അതിന് ഗൊൽഗോഥ എന്ന പേരെന്ന് നമ്മൾ യോഹന്നാൻ 18 അധ്യായത്തില് നമ്മൾ ഇനിയിപ്പോ യോഹന്നാൻ 18 അധ്യായമൊക്കെ ഇപ്പൊ നമ്മള് വെള്ളിയാഴ്ചകളിൽ ചിന്തിച്ചു വരികയാണല്ലോ. അപ്പം അവിടെ യോഹന്നാൻ 19 അധ്യായത്തിൽ യോഹന്നാൻ 19:17 ആ സ്ഥലത്തിന് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്ന പേര്. അപ്പം ലത്തീൻ ഭാഷയിലാണ് കാൽവരി, എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ, മലയാള ഭാഷയിൽ തലയോടിടം, ഇംഗ്ലീഷ് ഭാഷയിൽ പ്ലേസ് ഓഫ് എ സ്കൾ, എല്ലാം ഒന്ന് തന്നെ. അത് ജസ്റ്റ് യെരുശലേമിന്റെ ആ ചുവരുകൾക്ക് തൊട്ട് അപ്പുറം ഉള്ള ഒരു കുന്നായിരുന്നു ആ സ്ഥലം. അപ്പൊ ആ കുന്നിലാണ് കർത്താവും രണ്ട് കള്ളന്മാരും അപ്പുറവും ഇപ്പുറമായിട്ട് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാല് യേശുവിനെ മറച്ചു വെക്കുന്ന കാര്യം. അപ്പം പുരുഷാരം യേശുവിനെ മറക്കുന്ന ഒരു കാര്യം പറഞ്ഞു വന്നപ്പം പെട്ടെന്ന് ഈ കൽവരിയിലോട്ട് ഇനി വന്നതാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, അപ്പം ആൾക്കാര് കർത്താവിനെ കാണാൻ വേണ്ടി നോക്കുമ്പോ പലപ്പോഴും ഈ മത നേതാക്കള് വലിയ ലോഹ കുപ്പായമൊക്കെ ഇട്ട് താടിയും പപ്പടത്തൊപ്പിയോ അതുപോലെയുള്ള തൊപ്പികളോ വലിയ ഇതൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ക്രിസ്തീയ നേതാക്കന്മാരായിട്ട് ജാതികൾക്ക് പൊതുവെ അറിയപ്പെടുന്ന കാര്യം. അല്ലെങ്കിൽ വെള്ളയൊക്കെ ഇട്ട് വെള്ളയും കറുപ്പോ ഏതാണ്ടൊക്കെ പാസ്റ്റർമാർ അങ്ങനെയൊക്കെയുള്ള പല ആൾക്കാര് അങ്ങനെ ക്രിസ്തീയതയുടെ ഒരു വക്താക്കളായിട്ട് പൊതുവെ സമൂഹം കാണുന്ന അവരിലുള്ള പല തെറ്റായ ഉദാഹരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ക്രിസ്തീയതയെ കുറിച്ച് തന്നെ യേശുവിനെ കുറിച്ച് തന്നെ യേശുവിനെ യഥാർത്ഥത്തില് കാണാൻ പറ്റാതെ വണ്ണം മറയ്ക്കുന്ന ഒരു പുരുഷാരം നിമിത്തം സക്കായിക്ക് കാണാൻ കഴിയാത്തതുപോലെ എന്നാൽ കാണുവാൻ ആഗ്രഹമുള്ളവർക്ക് കർത്താവ് കാട്ടത്തി മരമെങ്കിലും ഒരുക്കി കർത്താവിനെ കാണുവാൻ അവസരം ഒരുക്കും. അത് വേറെ കാര്യമെങ്കിലും ഈ കർത്താവിനെ മറയ്ക്കുന്ന ഈ പുരുഷാരം, അതാണ് ഈ വ്യാജമായിട്ടുള്ള ക്രിസ്തീയ മതം. ക്രിസ്തീയ മതം എന്ന് പറഞ്ഞാൽ തന്നെ മതി. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയത ഒരു ക്രിസ്തീയ മാർഗമാണ്. യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. അപ്പോസ്തലന്മാര് സംസാരിക്കുന്ന
കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ റെഫർ ചെയ്യുമ്പോൾ അവര് സംസാരിക്കുന്ന മാർഗത്തെക്കുറിച്ച്, വഴിയെക്കുറിച്ച് എന്നുള്ളൊരു റെഫറൻസ് നമ്മളവിടെ അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായത്തില് ദ വേ വിച്ച് ദേ കോൾ എ സെക്ട് എന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 24-14 വാക്യത്തിൽ, എന്നാൽ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, മതഭേദം എന്ന് ഇവർ പറയുന്ന 24-14 വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ, മതഭേദം എന്ന് ഇവർ പറയുന്ന മാർഗപ്രകാരം ഞാൻ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുകയും ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സോ അക്കോർഡിംഗ് ടു ദ വേ, പൗലോസ് പറയുന്നത് ഞാനൊരു മാർഗത്തിലൂടെ പോകുന്നത്, യേശുവാകുന്ന മാർഗത്തിലൂടെ, യേശുവാകുന്ന വഴിയിലൂടെ പോകുന്നത്. അക്കോർഡിംഗ് ടു ദ വേ വിച്ച് ദേ കോൾ, അവര് ബാക്കിയുള്ളവർ കാണുമ്പോൾ ഇതൊരു മതഭേദം, കൾട്ട്, സെക്ട്, എക്സ്ക്ലൂസീവ്, അതാണ് ഇതാണ് എന്നൊക്കെ ആൾക്കാർ പറയും. എന്നാൽ ഞാൻ ഈ ഒരു മാർഗപ്രകാരമാണ് പോകുന്നതെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു വഴിയാണ്, ക്രിസ്തീയ മാർഗം, അതൊരു മതമല്ല എന്ന്. ആ ഒരു മതത്തിന്റെ ഒരു ചട്ടക്കൂടില് കഴിഞ്ഞ ദിവസം തന്നെ എന്നോട് ഒരാളെ ഇങ്ങനെ ചോദിച്ചാൽ, ഡോക്ടർ മതം മാറിയ ആളാണ്. എനിക്കൊരു മതവും ഇല്ല, ഞാൻ ഹിന്ദു മതത്തിലും വിശ്വസിക്കുന്നില്ല, ക്രിസ്തീയ മതത്തിലും വിശ്വസിക്കുന്നില്ല, എന്നാൽ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്. ബൈബിൾ പ്രകാരം, വചനപ്രകാരം യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന അതുപോലുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഞങ്ങൾ ഇവിടെ കൂടി വരുന്നത്. അതുപോലെ ഒത്തിരി സഹോദരങ്ങൾ ലോകത്ത് പലയിടങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഇതൊരു മതവിഭാഗം മാതിരി, ഒരു ഡിനോമിനേഷൻ മാതിരി അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളല്ല. മറിച്ച് മറ്റേ അത് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അതിനിടയ്ക്ക് വേറൊരാളും കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും യേശുവായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പല കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുക്കുന്നു, എന്തോ ഒരു തവണ ചെന്ന് കണ്ടാൽ മതി, അത്ര ശക്തിയുള്ള മാതാവാണ്, സഞ്ചരിക്കുന്ന മാതാവാണ്, എന്തൊക്കെയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ കല്ലടയിൽ നിന്ന് വന്നൊരു കത്തോലിക്ക കുടുംബം, അവര് ഒരു സിമ്പിളായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാനിപ്പോ ഞാൻ എന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, യേശുവിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കണേ? അതെ ഡോക്ടർ, അങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പറഞ്ഞു പോയത് എന്നും പറഞ്ഞ് അവരിങ്ങനെ. അപ്പൊ ഞാനായിട്ട് നമ്മുടെ ജീവമണിയുള്ള ഒരു കോപ്പിയൊക്കെ ഇതിനു മുമ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒന്നുകൂടെ കൊടുക്കും, വേറൊരു ലക്കമൊക്കെ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയൊക്കെയുള്ള യേശുവിന്റെ പേരിൽ തന്നെ വല്ലാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും, പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാതിരി, അതായത് ജാതികളെ തന്നെ തോൽപ്പിക്കുന്ന രീതിയിൽ ഉള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉടമ്പടി എടുക്കലും അതുപോലൊക്കെയുള്ള പല ആചാരങ്ങളും ക്രമങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു വ്യാജ ക്രിസ്തീയത, അതാണ് നമ്മുടെ എന്ന് ഞാൻ നമ്മുടെ മുമ്പേ പറഞ്ഞ പോലെ ഇപ്പം ബാക്കി ഇതുപോലുള്ള കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പാരമ്പര്യ സഭകളിലോ ഏർപ്പെട്ട കൂട്ടങ്ങളിലോ ഒക്കെ എല്ലാവരും അങ്ങ് പോക്കാന്നുള്ള കാര്യമൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലൊക്കെ ഒരുപാട് ദൈവഭക്തരായിട്ടുള്ള നമ്മളെക്കാട്ടിലും താഴ്മയും വിശുദ്ധിയുള്ള ദൈവജനമുണ്ട്. എന്നാൽ ഇതിന്റെ നേതൃത്വം, ഇതിന്റെ ആ ചുക്കാൻ പിടിക്കുന്ന നേതൃത്വത്തിന്റെ കോർ അവരൊത്തിരി കോംപ്രമൈസ് ചെയ്താലേ അവർ ഈ വലിയ വലിയ ഇതിലെത്തുകയുള്ളൂ. ഞാൻ വെല്ലൂരായിരുന്ന സമയത്ത് ഒരു CSCയിലെ ഒരു പള്ളിയിലച്ഛനായിട്ടുള്ള ഒരു സാറ് എന്തോ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോ എന്റെ മുമ്പ് വെച്ച് വേറെ ആരോ ചോദിച്ചു, സാർ എന്താ ബിഷപ്പ് ആവാത്തേന്നോ, അങ്ങനെ എന്താ അവര് ചോദിക്കുന്ന സാറൊന്നുമില്ല, അവര് അച്ഛൻ എന്താ ബിഷപ്പ് ആവാത്തേന്നോ, അങ്ങനത്തെ വേറെ മുകളിലോട്ട് പോകാൻ അങ്ങനെ ചോദിക്കുമ്പോ അതിനൊക്കെ എന്തോ ലഞ്ചം കൊടുക്കണമെന്നോ അങ്ങനെ എന്തോ എന്റെ മുമ്പ് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു കേട്ടെ. ഞാൻ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും കൂടുതലൊന്നും അറിയത്തില്ല. എന്നാ ലഞ്ചം എന്ന് പറഞ്ഞാല് തമിഴില് കൈക്കൂലിക്ക് പറഞ്ഞ പേരാ ലഞ്ചം എന്ന്. അപ്പൊ ഈ കൈക്കൂലി കൊടുത്ത അതിന്റെ പണവും ഏതാണ്ടൊക്കെ സ്വാധീനങ്ങളും അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ മേലോട്ട് കയറി പോകാനുള്ള ചവിട്ടുപടികൾ. അപ്പൊ ഇതിന്റെയൊക്കെ മേലോട്ട് കയറി പോയ ആൾക്കാര് അവര് എന്ത് ആത്മീയ നേതാക്കന്മാരാണ് യേശുവെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ത്രൂ ആൻഡ് ത്രൂ ബാബിലോൺ അങ്ങനെയൊക്കെയുള്ള വളരെ പരിതാപകരമായ അവസ്ഥ. അതുപോലെയൊക്കെയുള്ള പല നമ്മുടെ കക്ഷി രാഷ്ട്രീയക്കാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കളിയാണ് പല സഭകളെന്ന് പറയുന്ന സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ രാഷ്ട്രീയത്തിന്റെ അതിന്റെ ആ പൊള്ളത്തരം കർത്താവ് അവസാനത്തെ നാളില് ഫോളൻ ഇസ് ബാബിലോൺ എന്ന് നമ്മളിപ്പോഴും വായിച്ചു. എവിടെ വെളിപാട് പുസ്തകം 18:2 നമ്മൾ വായിച്ചു, ഫോൾ വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. അപ്പൊ അവിടെ ഒരു വലിയൊരു വീഴ്ച, എന്തോ ഒരു ഭയങ്കര ലിറ്ററായിട്ട് അന്ന് അത് സംഭവിക്കുമ്പോൾ അവസാന കാലത്ത് അർമഗദോൻ യുദ്ധത്തിന് തൊട്ട് മുമ്പായിട്ട് സംഭവിക്കുന്ന കാര്യം ഇത്. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ്, കർത്താവ് വന്നിട്ട് അർമഗദോൻ യുദ്ധം, അതിന് തൊട്ട് മുമ്പായിട്ട് എതിർക്രിസ്തുവും ആ 10 രാഷ്ട്രത്തലവന്മാരും കൂടെ ഈ സ്ത്രീയെ പിടിച്ച് താഴെ ഇടുന്ന കാര്യമാണ്. ഈ ബാബിലോണാകുന്ന വേശ്യയെ പിടിച്ച് താഴെ ഇടുന്ന കാര്യമാണ് നമ്മൾ എവിടെ വായിക്കുന്നത്? 17:16 വായിച്ച്, നീ കണ്ട 10 കൊമ്പ് എന്ന് പറഞ്ഞാൽ 10 രാഷ്ട്രത്തലവന്മാരാണെന്ന് അതിന്റെ തൊട്ട് മുമ്പേ
അതിന്റെ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു, 17:12. അപ്പം നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെയുള്ളൊരു കാര്യം, അവിടെ അവളുടെ മാംസം തിന്നുകളയും, ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. പഴയ നിയമത്തിലെ ജസബേൽ എന്ന് പറഞ്ഞൊരു ക്രൂരയായ, മ്ലേച്ഛയായ, ദുഷ്ടയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആഹാബ് രാജാവിന്റെ ഭാര്യ. ആ ബാബിലോൺ, ആ ജസബേലിന്റെ കാര്യവും നമ്മുടെ താഴോട്ട് വരുമ്പോൾ അതിമവിജയ പുസ്തകത്തിലും ആ ജസബേലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ജസബേലിന്റെ മരണവും ഒരു വീഴ്ചയിലൂടെ ആയിരുന്നു. അപ്പൊ അതുപോലെ ഒരു വീഴ്ചയാണ് ബാബിലോൺ. അത് നമ്മൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 9:33 ആ ജസബേൽ രാജ്ഞിയെ, അല്ലെങ്കിൽ ഇസബേൽ രാജ്ഞിയെ, ഈ മലയാളത്തിൽ ഇസബേൽ, നമ്മൾ ഇംഗ്ലീഷിൽ ജസബേൽ രാജ്ഞിയെ താഴേക്ക് വലിച്ച് എറിഞ്ഞു കളഞ്ഞാണ് കൊന്നത്. അത് കഴിഞ്ഞിട്ട് അവളുടെ മാംസം നായ്ക്കൾ ഭക്ഷിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലുള്ള കാര്യമാണ് ഇവിടെ നമ്മൾ ജസബേൽ, ഇപ്പം ബാബിലോണിനെ കുറിച്ച് വായിക്കുന്നത് അവളുടെ മാംസം തിന്നുകളയും. അപ്പൊ ഈ 2 രാജാക്കന്മാരിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ 9ാം അധ്യായത്തില് അതിന് 30 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലെ ഈ ജസബേലിനെ കുറിച്ച് പറയുന്നത്. അപ്പം ജസബേല് കൺമഷിയൊക്കെ എഴുതി തല ചീകി ബ്യൂട്ടി പാർലറിൽ വലിയ മിനുക്കം നടത്തിക്കൊണ്ടിരിക്കുവാന്ന് ഞാൻ പറയുമല്ലേ. ഇത് ഇവിടെ വചനം എഴുതിയിരിക്കുന്നു. 2 രാജാക്കന്മാർ 9:30 വാക്യമായത്. ബ്യൂട്ടി പാർലറിൽ അവരുടെ രാജ്ഞി ആയതുകൊണ്ട് പാലസിൽ തന്നെ ബ്യൂട്ടി പാർലർ ഉണ്ട്. അപ്പം യേഹു ഇസ്രയേലിൽ വന്നത്, യേഹു എന്ന് പറയുന്ന രാജാവ്, ജേഹു അല്ലെങ്കിൽ യേഹു വന്നത് ഇസബേൽ കേട്ടിട്ട്, ഈ യേഹു ആണ് 1 രാജാക്കന്മാർ 19:15 യഹോവ ഏലിയാവിനോട് അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് ദമസ്കേക്കിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോവുക. നീ എത്തുമ്പോൾ ഹസായേലിന്റെ അരാമിന് രാജാവായ ഹസായേലിനെ അരാമിന്, അരാം ദേശത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യുക. നിംസിയുടെ മകനായ യേഹുവിനെ ഇസ്രയേലിന് രാജാവായി അഭിഷേകം ചെയ്യുക. ഈ യേഹുവിനെ നമ്മളിപ്പം 2 രാജാക്കന്മാർ 9 കണ്ടേ. അപ്പൊ ആ യേശുവിനെ അഭിഷേകം ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. 21ാം അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അതിന് 25 ജസബേലിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഭാര്യ ഇസബേൽ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചിരുന്നു, യാഹാബിനെ ഉത്സാഹിപ്പിച്ചിരുന്നു. 1 രാജാക്കന്മാർ 21:25. അത് കഴിഞ്ഞിട്ട് അവിടെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യത്തില്, അപ്പൊ അത് കഴിഞ്ഞിട്ട് അഹാബ് മാനസാന്തരപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്ന് ജസബേല് മാനസാന്തരപ്പെട്ടൊന്നുമില്ല. ജസബേലിന്റെ അന്ത്യത്തെക്കുറിച്ച് നമ്മളിപ്പം ഓഫ് ജസബേൽ, അതെ, അതിൽ 23 1 രാജാക്കന്മാർ 21:23 വാക്യത്തില് എന്താ വായിക്കുന്നത്? ഇസബേലിനെ കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് തിന്നുകളയും. നായ്ക്കള് മാംസം തിന്നുകളയും. ഈ വലിയ രാജ്ഞിയാ, എന്നാൽ അവൾ എങ്ങനെ മരിക്കുന്ന വെച്ചാൽ അത്രമാത്രം ഒരു നികൃഷ്ടമായ രീതിയിലായിരിക്കും അവളുടെ ന്യായവിധി, അവളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി. അപ്പൊ ഇസ്രായേലിന്റെ മതിലിനരികെ വെച്ച് നായ്ക്കൾ ഇസബേലിനെ തിന്നുകളയും എന്ന് പറയുന്നത് പോലെ ആ മാംസം തിന്നുകളയും ഞാനിപ്പം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമ്മൾ ബാബിലോണിനും അതുപോലെ ഒരു അന്ത്യമാണ്. ബാബിലോണിന് ഈ യെസബേലിന്റെ ആത്മാവാണ്. അതുപോലെ യെസബേൽ എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു അധികാരം കൈകാളുന്ന, അഹാബ് രാജാവായിട്ട് ഇരിപ്പുണ്ടെന്ന യെസബേലാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത്. അതിന്റെ തൊട്ട് താഴെ 25ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെ വിറ്റുകളഞ്ഞ അഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായിട്ട് ഉത്സാഹിപ്പിച്ചു, ഇൻസൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി പ്രവാചകന്മാരെയൊക്കെ, യഹോവയുടെ പ്രവാചകന്മാരെയൊക്കെ കൊന്നുകളയുന്ന ആ ഒരു കാര്യമൊക്കെ നമ്മളവിടെ യെസബേലിനെ കുറിച്ചൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. എന്നാൽ ആഹാബ് തന്നെ താഴ്ത്തിയ കാര്യമൊക്കെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇസബേല് എന്താ കണ്ണൊക്കെ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ തിരിച്ച് 2 രാജാക്കന്മാർ 9ാം അധ്യായത്തിന് 30ാമത്തെ വാക്യം വായിക്കുന്ന, യേഹു ഇസ്രായേലിൽ വന്നത് ഇസബേൽ കേട്ടിട്ട് തന്റെ കണ്ണിൽ മഷി എഴുതി തല ചീകി മിനുക്കിക്കൊണ്ട് കിളിവാതിലിൽ കൂടെ ഇങ്ങനെ പൈങ്കിളി ഏതാണ്ട് ഭയങ്കര കിണുങ്ങി കിളിവാതിൽ കൂടെയൊക്കെ ഒന്ന് നോക്കി. യേഹു പടിവാതിൽ കടന്നപ്പോൾ അവൾ യജമാനെ കൊന്നവനായ സിമ്രിക്ക് സമാധാനമോ എന്ന് ചോദിച്ചു. അവളുടെ ആ ഒരു ആരഗന്റ് ആയിട്ടുള്ള ആ ഒരു സംസാരം, അത് ഇസ്രായേലിലെ രാജാവ് വരുന്നേ എന്ന് അവള് നിന്റെ യജമാനെ കൊന്നവന് സമാധാനമാണോ? അവൻ തന്റെ മുഖം കിളിവാതിലിലേക്ക് ഉയർത്തി. അതായത് യേഹു തന്റെ മുഖം കിളിവാതിലിലേക്ക് ഉയർത്തി, ആരുള്ളൂ എന്റെ പക്ഷത്ത്, ആരുള്ളൂ എന്ന് ചോദിച്ചു. അപ്പോൾ 2-3 ഷണ്ണന്മാർ പുറത്തേക്ക് വന്നു രാജ്ഞിയെ ശുശ്രൂഷിക്കാനായിട്ട്. 2 or 3 ഒഫീഷ്യൽസ് എന്ന ഇംഗ്ലീഷ് എഴുതി. 2-3 ഷണ്ണന്മാര് കാസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരെ, അതായത് ഷണ്ണനം ചെയ്തിട്ടുള്ള പുരുഷന്മാര് രാജ്ഞിക്ക് കാവലായിട്ടൊക്കെ അന്ന് നിർത്തുന്ന പതിവുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവര് പുറത്തേക്ക് നോക്കി, അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് യേഹു കൽപ്പിച്ചു.
ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വെച്ചാൽ, യെസബേലിനും അതുപോലെ യെസബേലിന്റെ ഈ അന്ത്യം പോലെ ആയിരിക്കും ബാബിലോണിനും ഇതുപോലെ ഒരു വീഴ്ച സംഭവിക്കുക. വീണു വീണു വീണുപോയി ബാബിലോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യെശയ്യാവിൽ നിന്നുള്ള ആ പ്രവചനത്തിൽ നിന്ന് ബാബിലോണിന്റെ, നമ്മുടെ ആക്ഷരികമായ ഇറാഖിലുള്ള ബാബിലോണിന് അതൊരു വീഴ്ച ഉണ്ടായിരുന്നു. പിന്നെ ആത്മീയമായ അർത്ഥത്തിലുള്ള ഈ ആലങ്കാരിക പ്രയോഗമായിട്ടുള്ള ബാബിലോൺ, ഈ വ്യാജ ക്രിസ്തീയതയ്ക്കും അതുപോലൊരു വീഴ്ച ഉണ്ടാകും എന്നുള്ളൊരു കാര്യം, ഇപ്പം വീഴ്ച ഉണ്ടാകും, ഒരു പതനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. ത്രോ ഹർ ഡൗൺ, അത് നമ്മള് അവളെ താഴെ തള്ളിയിടുവിൻ എന്ന് അവൻ കൽപ്പിച്ചു. ഉടനെ അവർ അവളെ താഴെ തള്ളിയിട്ടു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരകളിന്മേലും തെറിച്ചു. അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. ഹി ട്രാമ്പിൾഡ് ഹർ അണ്ടർ ദ ഫീറ്റ്. പിശാചിനെ കാൽക്കീഴിൽ ചതച്ചു കളയണമെന്ന നമ്മള് ഇവിടെ റോമർ 16:20 വായിക്കുന്ന സമാധാന ദൈവം പിശാചിനെ കാൽക്കീഴിൽ ചതച്ചു കളയണം. അപ്പൊ യേഹു ഒരു കർത്താവിന്റെ പ്രതിരൂപമായിട്ട് അവിടെ ഇസബേലിനെ കാൽക്കീഴിൽ ചതച്ചു കളയുന്ന ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നത്. ഈവൻ കർത്താവിനെ കുറിച്ച് തയാത്തിറ സഭയോട്, തയാത്തിറയിൽ ജെസബേലിനെ പോലൊരു സഹോദരി ഉണ്ടായിരുന്ന കാര്യം, അവിടുത്തെ മൂപ്പനെ നിയന്ത്രിച്ചിരുന്ന ഒരാളെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് നമ്മളിവിടെ തയാത്തിറ സഭയെ കുറിച്ച് വായിക്കും. അവിടെ വെളിപാട് 2-ാം അധ്യായത്തിൽ അവിടെയും ഈ കർത്താവിനെ കുറിച്ച് വർണ്ണിക്കുമ്പം, കർത്താവിന്റെ കാലുകളെ വർണ്ണിക്കുമ്പോൾ എങ്ങനെയാ വർണ്ണിക്കുന്നതെന്ന് അറിയൂ? നമ്മളിവിടെ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ തുയധൈര, മലയാളത്തിൽ തുയധൈര, ഇംഗ്ലീഷിൽ തയാത്തിറ സഭയുടെ മൂപ്പൻ എഴുതുക എന്ന് പറയുമ്പോൾ അവിടെ ഈ ജെസബേൽ അവിടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ ആ ഒരു താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 20-ാമത്തെ വാക്യത്തില്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ്, പുതിയ ഉടമ്പടിയിൽ യഥാർത്ഥ പ്രവാചക ഇല്ല, ആപ്പാടെ ഉള്ളത് ഈ കള്ളപ്രവാചകിയായിട്ടുള്ള യെസബേലാ ഉള്ളത്. പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ഓഫ് അതോറിറ്റി ഇൻ ദ ചർച്ച് ആണ്, ചർച്ചിൽ ഒരു അധികാര സ്ഥാനമാണ്. എന്നാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മേലെ അധികാരം നടത്തുവാൻ ഞാൻ അനുവദിക്കുന്നില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തിമോഥെയോസ് 2:12 പറയുമ്പോൾ ഇന്ന് എത്രയോ സഭകളിൽ പ്രവാചികമാരെ എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്, പ്രവാചികമാരാന്നും പറഞ്ഞുകൊണ്ട് ഓരോരുത്തര്. എന്നാൽ അപ്പൊ അങ്ങനെ പുരുഷന്മാരുടെ പേരിൽ ആധിപത്യം നടത്തുന്ന സ്ത്രീകള് അത് ജെസബേലിന്റെ ആത്മാവാണ്, ഇസബേലിന്റെ ആത്മാവാണ്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെ അവരുടെ ആ യെസബേലിന്റെ ആത്മാവിനെ ചവിട്ടിക്കളയുന്ന കർത്താവിന്റെ കാലിനെ കുറിച്ചാണ് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പേ വായിക്കുന്നത്. അപ്പൊ ആ യെസബേലിനെ കുറിച്ച് 20-ാമത്തെ വാക്യത്തിൽ താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുവാനും വിഗ്രഹാർപ്പണം തിന്നുവാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയും, മറ്റുള്ളവരെ തന്നെ തെറ്റിച്ചു കളയുന്ന മത്സരത്തിനായിട്ട് പ്രേരിപ്പിക്കുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന എന്നൊരു കുറ്റം, സ്ത്രീ എന്നുള്ള വാക്കിന് അവിടെ ആ ഒരു ഗൈനി എന്നുള്ള വാക്ക് സ്ത്രീ എന്നും ഭാര്യ എന്നും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദവാ, അങ്ങനെ ഒരു കുറ്റം നിനക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് എന്നാ കർത്താവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തില് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോടിന് സദൃശമായ കാലും. കർത്താവിന്റെ കാല് എന്താ? ഈ തുയധര സഭയോട് പറയുമ്പോൾ കണ്ണ്, കർത്താവിന്റെ ആ ഒരു അഗ്നിമയമായ കണ്ണ്. അഗ്നിമയമായ കണ്ണെന്ന് പറയുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ ഒരു അഗ്നിയുണ്ട്, സ്നേഹത്തിന്റെ ഒരു ചാർക്കോൾ ഫയർ ഉണ്ട്. എന്നാൽ സ്നേഹത്തിന്റെ ചാർക്കോൾ ഫയറിനെ കുറിച്ചൊക്കെ യോഹന്നാൻ 21:9 നമ്മൾ വായിച്ചായിരുന്നു. പത്രോസിനായിട്ട് സ്നേഹത്തിന്റെ ഒരു തീക്കനലില് കൂട്ടിയ കർത്താവ്. യോഹന്നാൻ 21:9 വാക്യത്തിൽ അവരെല്ലാം പിന്മാറിപ്പോയപ്പോഴും വീണ്ടും പത്രോസിന് ഏറ്റുപറയാൻ, കർത്താവിനെ ഏറ്റുപറയാൻ നൽകിയ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു തീക്കനൽ നമ്മളവിടെ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു സ്ട്രിക്ട്നെസ്, കാർക്കശ്യത്തിന്റെയും വിവേചനത്തിന്റെയും ഒക്കെ ഒരു അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണ്, ആ ഒരു ജെസബേൽ സ്പിരിറ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കണ്ണ്. പിന്നെ കർത്താവിന്റെ കാല്, ഈ കാലെന്തിനാന്ന് ചോദിച്ചാൽ ജെസബേൽ സ്പിരിറ്റിനെ സ്ട്രാമ്പിൾസ് ചെയ്യാനായി. യേഹു ട്രാമ്പിൾ ചെയ്തതായിട്ടാണ് പറയുന്നത് ബാബിലോണിനെ. അതുപോലെ അവള് ഈ യെസബേലിനെ പോലെ ഒരു വീഴ്ചയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പൊ അതാ വെള്ളോടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞാണ് അവിടെ പറയുന്നത്. നമ്മൾ തിരിച്ച് 2 രാജാക്കന്മാരെ 9-ാം അധ്യായത്തിൽ ഒന്ന് നോക്കുവാണെങ്കിൽ അവിടെ എന്താ വായിക്കുന്നത്? ഇപ്പൊ നമ്മൾ ആ 33-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അവളുടെ രക്തം ചുവരുമേലും കുതിരകളുമേലും തെറിച്ചു, അവൻ അവളെ ചവിട്ടിക്കളഞ്ഞു. അവൻ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്ത ശേഷം ആ ശപിക്കപ്പെട്ടവളെ ചെന്ന് നോക്കി അടക്കം ചെയ്യുവിൻ, അവൾ രാജകുമാരിയല്ലോ, ചെന്ന് അടക്കം ചെയ്യാൻ വേണ്ടി പറയുക. അടക്കം ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, അടക്കം ചെയ്യാനൊന്നുമില്ല. എന്ത് പറ്റി? അവർ അവളെ അടക്കം ചെയ്യാൻ ചെന്നപ്പോൾ അവളുടെ തലമണ്ടയും കാലുകളും കൈപ്പത്തികളും അല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അവർ മടങ്ങി വന്ന് അവനോട് അത് അറിയിച്ചു. അപ്പോൾ അവൻ, ഇസ്രായേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ യെസബേലിന്റെ മാംസം തിന്നുകളയും, അത് യെസബേൽ എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം ഈ സേബേലിന്റെ പിണം ഇസ്രായേൽ പ്രദേശത്ത് വയലിലെ ചാണകം പോലെ ആകും എന്നിങ്ങനെ യഹോവ തിസ്ബ്യനായ ഏലിയാവ് എന്ന് തന്റെ ദാസൻ മുഖാന്തരം അരുളി ചെയ്ത വചനം തന്നെ
ഇത് എന്ന് പറഞ്ഞു. അതായത് ഏലിയാവ് നമ്മളിപ്പം തൊട്ടുമ്പ് വായിച്ചു, 1 രാജാക്കന്മാർ 21 അധ്യായത്തില് ഏലിയാവ് പറഞ്ഞ കാര്യം, ഇതുപോലെ നായ്ക്കൾ തിന്നുകളയും എന്നുള്ളൊരു കാര്യം ഏലിയാവ് ഓൾറെഡി പ്രവചിച്ചതാണ്. അതുപോലെ കാര്യങ്ങൾ നടന്നു എന്നുള്ളൊരു കാര്യം, യെസബേലിനെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം. അപ്പൊ ആ കാര്യമാണ് നമ്മൾ തിരിച്ചിവിടെ വെളിപാട് പുസ്തകം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താ നമ്മൾ വായിച്ചേ, 17 അധ്യായത്തിന്റെ 16 വാക്യത്തില്, നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം. അതുപോലെ ആ ഒരു കാര്യം, ആ ഒരു ബാബിലോണിന്റെ ആ ഒരു വീഴ്ചയെ കുറിച്ചാണ് നമ്മൾ വീണ്ടും ഇപ്പം 18:2 നമ്മൾ വായിച്ചു. ആ ബാബിലോണിലെ എന്റെ ജനമി, ആ ഒരു വ്യാജ ക്രിസ്തീയമായിട്ടുള്ള പല സെറ്റപ്പുകളിലും ചട്ടക്കൂടുകളിലൊക്കെ ഇരിക്കുന്ന ദൈവജനം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ നിർമ്മലമായിട്ട് കർത്താവ് ഇന്ന് മൂവ് ചെയ്യുന്ന, കർത്താവ് ഇന്ന് പണിയുന്ന സഭയുടെ ഭാഗമായി തീരാനാ കർത്താവ് ദൈവത്തിന്റെ ജനത്തെ ഉദ്ബോധിപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ 18 അധ്യായത്തിന് 4 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവള് തന്നെ മഹത്വപ്പെടുത്തി എന്നൊക്കെ എന്റെ 7 വാക്യം 18:7 വെളിപാട് 18:7 നമ്മൾ വായിച്ചു കഴിഞ്ഞ ആഴ്ചയും. അവള് രാജ്ഞിയാണ്, ഞാൻ വിധവയല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന യെശയ്യാവ് 47 7-8 വാക്യങ്ങളിൽ നിന്നുള്ള പ്രവചനമൊക്കെ വായിച്ചു. യഥാർത്ഥത്തിലുള്ള വിധവ അതാണ് കർത്താവ് സഭയെക്കുറിച്ച് പറഞ്ഞൊരു ഉപമ. ലൂക്കോസ് 18 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ആദ്യത്തെ 8 വാക്യങ്ങളിലുള്ള ഉപമയില് യഥാർത്ഥത്തിലുള്ള സഭയെ ഒരു വിധവയോട്, ഒരു നിസ്സഹായമായ വിധവയോട്, കർത്താവിനെ അതുപോലെ ആശ്രയിക്കുന്ന ഒരു വിധവയോട് ഉപമിച്ചപ്പോൾ ഇവള് ഞാൻ വിധവയൊന്നുമല്ല, ഞാൻ രാജ്ഞിയാണെന്നും പറഞ്ഞ് ജെസബേൽ രാജ്ഞിയെ പോലെ ഞെളിഞ്ഞിരിക്കുക എന്ന് താഴെ തള്ളിയിട്ട് നായ്ക്കൾ ഭക്ഷിക്കുന്ന തരത്തിലേക്ക് അവളുടെ ഒരു ന്യായവിധി ഉണ്ടാകും, വിതയ്ക്കുന്നത് കൊയ്യും എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ ഗലാത്യർ 6:7-8 വാക്യങ്ങളിലെ വിതയ്ക്കുന്നത് പോലെ കൊയ്യും. ദൈവം എത്രമാത്രം നീതിമാനായ ഒരു ദൈവമാണെന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ ആ ഒരു ഈ ബാബിലോണിന്റെ പതനം വന്നപ്പോഴത്തേക്കും മെർച്ചൻസ്, ഭൂമിയിലെ വ്യാപാരികളെല്ലാം കൂടെ കരയാൻ തുടങ്ങുന്ന കാര്യമാണ് നമ്മൾ അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധിയൊക്കെ വന്നുപോയല്ലോ, ഭൂമിയിലെ വ്യാപാരികള് എന്തെല്ലാം വ്യാപാരം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് 13 വാക്യത്തില് മാനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക്, ബാക്കി ഒത്തിരി ചരക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മനുഷ്യദേഹവും മനുഷ്യപ്രാണൻ എന്നൊക്കെ പറയുമ്പോൾ സുഖലഭ്യതയ്ക്ക് പിന്നാലെ പോകുമ്പോൾ മനുഷ്യനും ഒരു കച്ചവട ചരക്കാവുന്ന രീതിയിലൊക്കെ ഉള്ള പോകുന്ന കാര്യങ്ങൾ. ഇന്ന് അശ്ലീല ചിത്രങ്ങള്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെയുള്ള പല സ്മഗ്ലിങ്ങും പല തരത്തിലുള്ള കാര്യങ്ങളും, അങ്ങനെയൊക്കെയുള്ള അടിമ വ്യാപാരവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ മനുഷ്യരെ തന്നെ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരം തന്നെ പല കുളരുതായ്മകൾക്കായിട്ട് അതൊരു കച്ചവട ചരക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യമാണ്. അതെല്ലാം ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. അവരുടെ കച്ചവടമൊക്കെ സീറോ ആയി പോയി. അതുകൊണ്ട് അവര് ഈ മെർച്ചൻസ് ഒക്കെ, അതായത് വ്യാപാരികളൊക്കെ കരഞ്ഞു ദുഃഖിക്കുന്ന കാര്യവും നമ്മൾ 13 വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ 14 ഇപ്പം അന്തിമോചന പുസ്തകത്തിൽ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും ജേക്കബ് അന്തിമോചന പുസ്തകത്തിൽ നിന്ന് വായിക്കുമ്പോൾ അജിബേർ അത് ആ കറസ്പോണ്ടിങ് പോർഷനെ ഡിസ്പ്ലേ ചെയ്യുമല്ലോ. വാക്യം 14 മുതൽ 20 വരെ. നീ കൊതിച്ച കൈകനിയും നിന്നെ വിട്ടുപോയി, സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതായി, നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവർക്കുള്ള പീഡനം ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞ് ദുഃഖിക്കും. ഏതു മാലിന്യം, ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരും ഒക്കെയും ദൂരത്ത് നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ,
വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയതുകൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. ഈ ലോകത്തിനും അതിന്റെ ധനം, മാനം, മഹത്വം എന്നിവയ്ക്കും വേണ്ടി ജീവിച്ച ഒരു ക്രിസ്തീയതയെ ദൈവം ഒടുവിൽ ന്യായം വിധിക്കുകയാണ്. ഈ 2 അധ്യായങ്ങളിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? നിർമ്മലതയ്ക്ക് പകരം മഹത്വം അന്വേഷിക്കുന്ന ഒരു മതത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് 17-ാം അധ്യായം മുന്നറിയിപ്പ് തരുന്നു. ആഡംബര ജീവിതത്തെ പിന്തുടരുന്നതിന് എതിരെ, പ്രത്യേകിച്ചും അത് ക്രിസ്തീയതയുടെ പേരിലാണെങ്കിൽ, തികച്ചും ജാഗരൂകരാകണമെന്ന് 18-ാം അധ്യായം താക്കീത് നൽകുന്നു. മറ്റെന്തിനേക്കാളും ഏറെ പണത്തോട് ഇടകലർന്ന ക്രിസ്തീയതയാണ് കൂടുതൽ പേരെയും ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുള്ളത്. മുന്നറിയിപ്പുകൾക്ക് ചെവി കൊടുക്കാതെ ഇരിക്കുകയും ഇവയെ ഒഴിവാക്കുന്നതിൽ സൂക്ഷ്മത പുലർത്താതെ ഇരിക്കുകയും ചെയ്യുന്നവർ ഒടുവിൽ ബാബിലോൺ എന്ന വാണിജ്യ ക്രിസ്തീയ മത സമ്പ്രദായത്തിന്റെ ഭാഗമായി തീരും. ദൈവം അതിനെ അന്തിമമായി ന്യായം വിധിക്കുകയും ചെയ്യും. എന്റെ ജനമേ, അവരിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ എന്ന് ദൈവത്തിന്റെ ആഹ്വാനം അവർക്കായി ഒരു പുതുമയോടെ മുഴങ്ങുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളിപ്പോ വെളിപാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കുകയും അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ സാക്ബാറിന്റെ അതിമോചന പുസ്തകത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്തല്ലോ. അതിന്റെ വെളിപാട് 18-ന്റെ 14-ാമത്തെ വാക്യത്തില്, നീ കുതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. ദ ഫ്രൂട്ട് യു ലോങ് ഫോർ ഹാസ് ഗോൺ ഫ്രം യു. വലിയ വലിയ ലാഭവും കാര്യങ്ങളും ഒക്കെ ഫലമായിട്ട്, കായികനിയായിട്ട് ഒക്കെ അവര് കൊതിച്ചതാ എന്ന അതെല്ലാം ബാബിലോണിനെ വിട്ട് അതെല്ലാം പോയി. സ്വാദും ശോഭയും ഉള്ളതെല്ലാം നിനക്ക് ഇല്ലാതെയായി. All things that were luxurious and splendid has passed away from you, and men will no longer find them. ആരും അത് ഇല്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ആരും അത് ഒരിക്കലും അതുപോലുള്ള കാര്യങ്ങൾ കാണുകയില്ല. അവളുടെ ഒരു നിത്യമായ ന്യായവിധിയിലേക്ക് അവൾ കടന്നുപോയി എന്നുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പറയുക, ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് 15-ാമത്തെ വകുപ്പിൽ അവിടാണ് സമ്പന്നരായവർ. ഈ ഒരു ബാബിലോണിന്റെ ഒരു മത പ്രസ്ഥാനത്തെ ഉപയോഗിച്ച് സമ്പന്നരായവര്, യേശുവിന്റെ പേര് പറഞ്ഞ് സമ്പന്നരാകുന്ന, അത് ഏത് സഭയായാലും, അതായത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് ഗൾഫ് നാടുകളിലോ അമേരിക്കൻ നാടുകളിലോ ഒക്കെ പോയി കൂടുതൽ കർത്താവിന്റെ പേര് പറഞ്ഞ് പ്രസംഗിച്ച് പൈസ ഉണ്ടാക്കാനോ പ്രവചിച്ച് പൈസ ഉണ്ടാക്കാനോ, പ്രവചിച്ചെന്ന് പറയുമ്പോൾ ഇൻവേർട്ടഡ് കോമയിൽ യഥാർത്ഥത്തിലുള്ള പ്രവചനം ദൈവാത്മാവിനാല് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആലോചനകള് പ്രബോധനത്തിനും ആശ്വാസത്തിനും ആത്മീയ വർധനവിനുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രവചനം എന്നാണ് 1 കൊരിന്ത്യർ 14-ന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള എക്സോട്ടേഷൻ, എഡിഫിക്കേഷൻ, കൺസലേഷൻ ആയിട്ടുള്ള ആത്മീയ വർധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനുമായിട്ടുള്ള ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആലോചനകൾ ദൈവവചനത്തിൽ നിന്ന് ദൈവവചനത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് പറയുന്നത് ആ പ്രവചനം. യഥാർത്ഥത്തിൽ ദൈവവചനം ദൈവാത്മാവിനാൽ ഷെയർ ചെയ്യുന്നതാണ് പ്രവചനം, യഥാർത്ഥത്തിലുള്ള പ്രവചനം. പുതിയ ഉടമ്പടിയിലെ പ്രവചനമെങ്കിൽ ഇതുപോലുള്ള കള്ളപ്രവാചകന്മാരൊക്കെ പണത്തിന് വേണ്ടി കാശിന് വേണ്ടി പോയി പ്രസംഗിക്കാനും അങ്ങനെയൊക്കെയുള്ള ഇതിലൂടെ തന്നെ വലിയ ബിസിനസ്സും സാമ്രാജ്യവും വ്യാപാരവും ഒക്കെ നടത്തി അവിടാൽ സമ്പന്നരായവർ, ഹു ബിക്കെയിം റിച്ച് ഫ്രം ഹർ, ഈ മതത്തെ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരു കാര്യം. ഈ വകകൊണ്ട് വ്യാപാരം ചെയ്ത് അവളാൽ സമ്പന്നരായവർ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന്, അയ്യോ ഈ തീ ഞങ്ങളെയും കൂടെ ആളി പിടിച്ചാലും തിരിച്ച് കുറച്ച് ദൂരത്തൊക്കെ നിന്ന്, സ്റ്റാൻഡ് എ ഡിസ്റ്റൻസ് ബിക്കോസ് ഓഫ് ഫിയർ ഓഫ് ഹർ ടോർമെന്റ്, വീപ്പിംഗ് ആൻഡ് മോർണിംഗ്. അയ്യോ വോ ദ ഗ്രേറ്റ് സിറ്റി, മഹാനഗരമേ, മഹാനഗരം, ഗ്രേറ്റ് എന്ന വലിയ ലോകത്തിന് മുമ്പാകെ മഹത്വമായിട്ടുള്ളത് ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്ന കാര്യമാണെന്നാണ് ലൂക്കോസ് 16-ന്റെ 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഗ്രേറ്റ് സിറ്റി, മഹാനഗരം, മഹദിയാം ബാബിലോൺ, ഗ്രേറ്റ് എന്ന് 11 തവണ ഈ ബാബിലോണിനെ കുറിച്ച് പറയുന്നതെന്ന്. യെരുസലേമിനെ കുറിച്ച് പറയുമ്പോൾ ഹോളി സിറ്റി. അപ്പൊ നമ്മള് ഇന്ന് നമ്മളുടെ സഭകളിൽ ലോകത്തിന് മുമ്പാകെയുള്ള മഹത്വത്തിന്റെ പിന്നാലെയുള്ള ഒരു പോക്കാണോ, അതോ മനുഷ്യരുടെ മുമ്പാകെ ഒരു മഹത്വം
മനുഷ്യമാനം അതിനുവേണ്ടിയുള്ളൊരു അതിന്റെ പിന്നാലെയുള്ള ഒരു പോക്കാണോ, മറിച്ച് വിശുദ്ധി, കർത്താവിന്റെ സ്വഭാവമാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുമ്പോൾ എന്തോ ഇങ്ങനെ വെള്ളയും പുതച്ചിരിക്കുന്നതല്ല വിശുദ്ധി എന്ന കർത്താവിന്റെ സ്വഭാവമാണ് വിശുദ്ധി. കർത്താവിന്റെ സ്വഭാവത്തിന്, കർത്താവിന്റെ ആ ജീവൻ, കർത്താവിന്റെ താഴ്മ, കർത്താവിന്റെ കാർക്കശ്യം, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ കരുണ, ആ കാര്യങ്ങൾക്കാണോ നമ്മൾ മുൻതൂക്കം നൽകുന്നത്? അതോ ലോകത്തിന് പിന്നെ ലോകക്കാരെയും ഇംപ്രസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ മ്യൂസിക്കൽ ട്രൂപ്പും ബാൻഡും ലൈറ്റ്സും ബാക്കി അതുപോലൊക്കെയുള്ള പല കോലാഹലങ്ങളൊക്കെ അതുപോലൊക്കെയുള്ള പല ബാൻഡ് മേളങ്ങളോ അതുപോലൊക്കെയുള്ള പല ഭയങ്കര മഹത്വപരമായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിത് ഇങ്ങനെ പാവപ്പെട്ട ഇടവകയിലുള്ള പാവങ്ങളുടെ കയ്യിൽ നിന്നും പണം പിരിച്ച് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ പണിത് വലിയ വലിയ അരമനയില് വലിയ ബിഷപ്പുമാരും ദന്തഗോപുരങ്ങളില് അങ്ങനെ അവര് സ്വന്തം അധ്വാനിച്ച് കാശുണ്ടാക്കിയ കാശ് കൊണ്ടല്ല ദന്തഗോപുരങ്ങൾ പണിയുന്ന, മറിച്ച് മറ്റുള്ളവരുടെ കാശിൽ പിരിച്ച് അതിന്റെ ഇന്ന് ചർച്ച് പ്രോപ്പർട്ടിക്കായിട്ട് ഓരോരുത്തരെ ഓരോ സഭകൾ ഇന്ന് കേരളത്തിൽ തന്നെ പല 2 സഭയുടെ ചർച്ച് പ്രോപ്പർട്ടിക്കായിട്ടല്ലേ അവര് കോടതി കയറി സുപ്രീം കോടതി വരെ ചെന്ന് അടികൂടുന്ന ഒരു കടിപിടി കൂടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നേ. അപ്പൊ അതുപോലെയൊക്കെയുള്ള മഹാനഗരം, വലിയ ചർച്ചിന്റെ പ്രോപ്പർട്ടി, അത്ര വലിയ 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 പ്രോപ്പർട്ടീസും കാര്യങ്ങളും. അപ്പൊ അതിനായിട്ട് അത് ആര് കൈയാളും? അതിനുവേണ്ടി തിരുമേനിമാരും ആർച്ച് ബിഷപ്പുമാരും എല്ലാ ആൾക്കാരും എല്ലാവരും കൂടെ കടിപിടി കൂടുന്ന ഒരു ദയനീയമായ കാഴ്ച. അപ്പൊ മഹാനഗരമേ, അപ്പൊ അങ്ങനെയുള്ളതെല്ലാം കൂടെ താഴെ വീഴും എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത് 16-ാമത്തെ വചനത്തിൽ. അയ്യോ അയ്യോ മഹാനഗരമേ, ഈ വലിയ വലിയ സ്വത്തുക്കളും വലിയ വലിയ കർത്താവിന്റെ പേരും പറഞ്ഞ് പാവങ്ങളെ ചൂഷണം ചെയ്ത് വേറെ പല രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി വലിയ വലിയ മണിമാളികകളും വലിയ വലിയ ഗോപുരങ്ങളും അതുപോലെയൊക്കെയുള്ള സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള വലിയ വലിയ കാര്യങ്ങളും ഒക്കെ എല്ലാം കൂടി താഴെ വീഴും. അത് കഴിഞ്ഞിട്ട് പറയുക, മഹാനഗരമേ, 16-ാമത്തെ വാക്യം, നേരിയ തുണിയും ധൂമ്ര വർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, വലിയ സർവാഭരണ വിഭൂഷിതയായിരുന്നവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ, ഇതെല്ലാം ഇത്രയും ഉണ്ടായിരുന്നല്ലോ, സംഭവം എല്ലാം പോയല്ലോ, എല്ലാം പോയിച്ച് ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു ദുഃഖിക്കും. പെട്ടെന്നുള്ളൊരു ന്യായവിധിയായിരിക്കും. ഗ്രേഡഡ് ആയിട്ട് പതുക്കെ സ്ലോ മോഷനിലല്ല, പെട്ടെന്ന് എല്ലാം കൂടെ അടിച്ചു താഴെ വീഴും, ചില്ലുകൊട്ടാരം മാതിരി. ഇൻ 1 hour, 1 നാഴിക നേരം കൊണ്ട് എല്ലാം കൂടെ പോയി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് 17-ാമത്തെ വാക്യത്തിൽ ഏത് മാലിമി എന്ന് പറയുമ്പോൾ ഷിപ്പ് മാസ്റ്റർ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ കപ്പലിന്റെ ഉടമ. മാലിമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും, അതായത് പാസഞ്ചർ, കപ്പൽക്കാരും, സെയില്, കടലിൽ തൊഴിൽ ചെയ്യുന്നവരും, അസ്മനിയസ് മേക്ക് ദ ലിവിങ് ബൈ ദ സീ, കടലിൽ തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ ദൂരത്തു നിന്ന് അവളുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട്, പിന്നെയും മഹാനഗരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഗ്രേറ്റ് എന്നുള്ള വാക്ക്, മഹാനഗരത്തോട് തുല്യമായ നഗരം. വാട്ട് സിറ്റി ഈസ് ലൈക്ക് ദ ഗ്രേറ്റ് സിറ്റി, ഇതുപോലുള്ള വലിയ നഗരം വേറെ ഏതാ ഉള്ളത്? മഹാനഗരത്തിന് തുല്യമായ നഗരം. ഏത് വലിയ കുത്തുപണികളും വലിയ ശില്പങ്ങളും വിശുദ്ധന്മാരെന്ന് അവർ വിളിക്കുന്ന പലരുടെയും ബിംബങ്ങളും ഫോട്ടോകളും കുത്തുപണികളും ശില്പചാതുരിയും എല്ലാം കൂടെയും ഇതൊക്കെ വേറെ ആർക്കാ ഇവിടെ ഉള്ളത്? മഹാനഗരത്തോട് തുല്യമായ നഗരം എന്ന് നിലവിളിച്ചു. ഇനിയിപ്പോ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. 19-ാമത്തെ വാക്യത്തിൽ അവർ തലയിൽ പൂഴി വാരിയിട്ടുകൊണ്ട് ത്രൂ ഡസ്റ്റ് ഓൺ ദ ഹെഡ്സ്. അയ്യോ കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം, ഈ മഹാനഗരം റോം എന്ന് പറയുന്ന മഹാനഗരം, 7 മലകളുമേലിരിക്കുന്ന റോം എന്ന് പറഞ്ഞ വലിയ നഗരം, കപ്പലുള്ളവർക്ക് എല്ലാം തന്റെ ഐശ്വര്യത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം 1 മണിക്കൂർ കൊണ്ട് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. റിച്ച് ബൈ ഹർ ബിക്കെയിം റിച്ച് ബൈ ഹർ, അതായത് ഈ മതത്തിന്റെ പേരും പറഞ്ഞ് പണക്കാരായവര് അവര് ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. അപ്പോ എന്നാ ദൈവം നമ്മളോട് പറയുന്നത് എന്താ? ദൈവത്തിന്റെ വിശുദ്ധന്മാരോട് ഇതൊക്കെ നിലവിളിക്കുമ്പോൾ നമ്മളും കൂടെ ചെന്ന് നിലവിളിക്കണോ? നോ, നമ്മൾ സന്തോഷിക്കണം. അതാ നമുക്കിത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ കർത്താവിന്റെ പേര് നടക്കുന്ന ചൂഷണം കാണുമ്പോൾ നമുക്ക് ചാട്ടവാറെടുക്കാൻ തോന്നണം. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ഭാവം നമുക്കില്ല. കർത്താവ് വളരെ കരുണാലുവായിരുന്നു, കർത്താവ് വളരെ താഴ്മയുള്ള, ശരി, കർത്താവ് താഴ്മയുള്ളവനായിരുന്നു. എന്താ കർത്താവിന്റെ പേരും പറഞ്ഞ് കൊള്ളരായ്മ ചെയ്യുമ്പോൾ ചാട്ടവാറെടുക്കണം. നമ്മളിപ്പം അക്ഷരമായിട്ട് ചാട്ടവാറെടുക്കണ്ട,
നമ്മൾ അതിനുവേണ്ടി കർക്കശമായിട്ടുള്ളൊരു നിലപാടെടുക്കണം. കർത്താവ് ഇപ്പോ ബദനിയിലെ മറിയം അവളെ കൊണ്ടാവത് അവള് ചെയ്തു. കർത്താവ് യൂദാസ് അവളെ അവളെ ഒന്ന് കോർണർ ചെയ്യാൻ വേണ്ടി, അവളെ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടി, എന്തിനാ പാഴ്ചെലവ് എന്നൊക്കെ പറഞ്ഞ് ഭത്സിക്കുമ്പോ, അല്ലെങ്കിൽ ഭത്സിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കട്ടിയുള്ള വാക്കായി പോയി, ചില ശാസിക്കുമ്പോൾ കർത്താവ് വേണമെങ്കിൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതും ശരിയാ ഇതും ശരിയാ, അത് പാഴ്ചെലവാണ് ശരിയാണ് എങ്കിലും പക്ഷെ ഇവള് ചെയ്തതും ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഉപന്യാസ പ്രസംഗമൊക്കെ നടത്താതെ അവള് വെറുതെ വിടുക, അവള് ചെയ്തത് ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞ് അവളുടെ സൈഡിൽ ഇപ്പം ചിലരുടെ ഡിപ്ലോമാറ്റിക് ടാക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ, അവര് അവിടെയും തൊടത്തില്ല ഇവിടെയും തൊടത്തില്ല, എല്ലാവരുടെയും വോട്ട് വേണം. അപ്പൊ അതുകൊണ്ട് അവരും പിണങ്ങരുത് ഇവരും പിണങ്ങരുത്, എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി, സത്യത്തിന് വേണ്ടി ഒരു നീതിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാതെ അവരോടും ഒന്ന് ഭംഗിവാക്കി പറയും, ഇവിടെയും കുറച്ച് ചക്രവാക്കും പഞ്ചാരവാക്കും പറഞ്ഞ് മാൻ പ്ലീസേഴ്സ്, അവര് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവരാണ്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവന് ദൈവത്തെ ശുശ്രൂഷിക്കാൻ സാധിക്കത്തില്ലെന്ന ഗലാത്യർ 1:10 കർത്താവിന് അടിമദാസനാവാൻ പറ്റത്തില്ലെന്ന ഗലാത്യർ 1:10 പൗലോസ് പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മാൻ പ്ലീസിങ് അല്ല വേണ്ടത്, മറിച്ച് കർത്താവ് ദേവാലയത്തില് കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തില് യോഹന്നാൻ 2-ാം അധ്യായത്തില്, കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒടുക്കത്തില് ലൂക്കോസ് 19-ാം അധ്യായത്തിലും മത്തായി 21-ാം അധ്യായത്തിലും ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. മർക്കോസ് 14-ാം അധ്യായത്തിലും എല്ലാം വായിക്കുന്നുണ്ട്. കർത്താവ് ദേവാലയത്തെ ശുദ്ധമാക്കിയ കാര്യം, കർത്താവിന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും കർത്താവ് ഈ ദേവാലയത്തെ ശുദ്ധമാക്കി, കർത്താവിന്റെ പേരും പറഞ്ഞ് ദൈവത്തിന്റെ പേരും പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന യെരുശലേമിലെ അവിടുത്തെ മണി ചേഞ്ചേഴ്സ് ഇൻ ദ ടെമ്പിൾ, അപ്പൊ അവരെ കർത്താവ് ആ ദേവാലയം ശുദ്ധമാക്കി, ആ ടേബിളൊക്കെ ഓവർടേൺ ചെയ്ത് ടേബിളൊക്കെ മറിച്ച് കളഞ്ഞ്, അതുപോലെ കർത്താവ് ആ ദേവാലയത്തെ ദൈവത്തിന് വേണ്ടിയുള്ള എരിവ് കർത്താവിനെ വിഴുങ്ങി, സീൽ ഫോർ ദ ഹൗസ് ഹാസ് കൺസ്യൂംഡ് മീ എന്നുള്ള യോഹന്നാൻ 2:17 ആ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ ഈ ബാബിലോണിന്റെ ന്യായവിധിയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ നിന്ന്, വള്ളത്തോള് വേറെ കോണ്ടെക്സ്റ്റിലെ പാടിയെങ്കിൽ നമുക്ക് അതുപോലൊരു കർത്താവെ അവിടുന്ന് കാര്യങ്ങൾ ചെയ്തല്ലോ, നന്ദി, നല്ല കാര്യം എന്ന് പറയുന്നൊരു കാര്യം. അത് നമ്മൾ ആ യോഹന്നാൻ 2:17 വീൽ ഫോർ യുവർ ഹൗസ്, എന്നാൽ യഹൂദൻ 17-ാമത്തെ വാക്യം, അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എവിടെ എഴുതിയിരിക്കുന്നത്? സങ്കീർത്തനം 69-9 വാക്യം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. 69-9 എടുത്ത് നോക്കിയ ആ വാക്യം അവിടെ ശിഷ്യന്മാർ ഓർക്കാൻ തക്കവണ്ണം, ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു, അവര് കുറച്ചുനാൾ മുതൽ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ചു തന്ന കർത്താവിന്റെ ഈ സീല് കണ്ടപ്പോ അവര് പെട്ടെന്ന് യോഹന്നാനൊക്കെ കത്തി, ഇത് ആ വാക്യമാണ്. അപ്പൊ കർത്താവിന് എന്ത് പറ്റിയെന്നല്ല അവർ ചിന്തിച്ച, മറിച്ച് ഇവർ ഈ വാക്യം ഓർത്തു എന്നുള്ളൊരു കാര്യം. അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലില്ലായിരുന്ന പരിശുദ്ധാത്മാവ് അവരുടെ മേലെ കർത്താവ് അവരെ തെരഞ്ഞെടുക്കുകയും കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു സ്വാധീനം അവരുടെ മേലുണ്ടായിരുന്നു. ആ വാക്യം അവരെ ഓർപ്പിച്ചു. ഡിസൈപ്പിൾ റിമെമ്പേർഡ് ദാറ്റ് ഇറ്റ് വാസ് റിട്ടൺ, zeal for your house will consume me. അപ്പൊ ആ ഒരു കർത്താവിന്റെ കർത്താവിന്റെ വീട്, കർത്താവിന്റെ ആലയം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഭയെക്കുറിച്ച് ഒരു എരിവ് നമുക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ സഭയെക്കുറിച്ചുള്ള നിർമ്മലമായ ആ ഒരു വലിയ എരിവ് ഉള്ളതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആ സഭയെ നിർമ്മല കന്യകയായിട്ട് വിവാഹം വാഗ്ദത്തം ചെയ്തിരിക്കാൽ ഇത് വഷളായി പോവുമോ, ഈ പിശാചിന്റെ തന്ത്രമൊക്കെ കൊണ്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന. എന്താ, ഒരു ആത്മീയ പിതാവെന്ന നിലയിൽ ആ കൊരിന്തിലെ സഭ, കൊരിന്തിലെ സഭയാകുന്ന ആ മണവാട്ടി, അത് ഓരോ ഇൻഡിവിജ്വൽ ബിലീവറിനെ കുറിച്ച് നമുക്കത് നമ്മളെ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് എടുക്കാം. നമ്മളെ നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഇവിടെ ആ സഭയെ വിവാഹ വാഗ്ദത്തം ചെയ്തിരിക്കുക. ആത്മീയ പിതാവായിട്ട് പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദത്തം ചെയ്തിരിക്കുക എന്ന ക്രിസ്തുവിനുള്ള നിർമ്മലതയെ ഏകാഗ്രതയൊക്കെ വിട്ട് ലോകത്തിന്റെ പിന്നാലെ മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു. ആ 3 കാര്യങ്ങൾ. മറ്റൊരു യേശു, അനദർ ജീസസ്, അതായത് ക്രൂശെടുത്ത് സ്വയത്തിന് മരിക്കാൻ പറയാത്ത, സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യാൻ പറയുന്ന ഒരു യേശു, സ്വന്തം ഇഷ്ടത്തിനായിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും തരുന്ന ഒരു യേശു, അതാ മറ്റൊരു യേശു. 2 കൊരിന്ത്യർ 11:4 അതാ ഈ ബാബിലോൺ എന്ന് പറയുന്നത്. മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, ചാടിത്തുള്ളി എന്തൊക്കെയോ ഭാഷകളൊക്കെ ഇല്ലാത്ത ഭാഷകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ഈ കുടിച്ചിലൊക്കെ കേട്ട് കിടന്ന് ഉറഞ്ഞു തുള്ളുന്നവണൊക്കെ ഉള്ള കുറെ തുള്ളലും ചാട്ടങ്ങളും പ്രഹസനങ്ങളും വിറപ്പിക്കലുകളും വിറച്ച് സംസാരിക്കലുകളും അങ്ങനെയൊക്കെയുള്ള പല കോപ്രായങ്ങളും വീഴ്ചകളും ഉന്തി വീഴ്ത്തലും വിശുദ്ധ ഛർദിയും കൊരയും ഉരുളലും ഒക്കെയുള്ള
അതുപോലുള്ള മറ്റൊരു ആത്മാവ്, പിന്നെ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സുവിശേഷം ഗോഡ് സെന്റേർഡ്, ദൈവത്തിൽ കേന്ദ്രിതമാണെങ്കിൽ ഇത് മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണോ അത് തരാൻ വേണ്ടി ഒരു ദൈവം ഇരിപ്പുണ്ട്. നിങ്ങൾ അത് ചെയ്ത് നിങ്ങൾ അവിടെ സ്വത്രാഴ്ചപ്പെട്ടിയിൽ സഞ്ചി പാസ് ചെയ്യുമ്പോൾ അതിനകത്ത് പൈസ ഇട്ടാൽ മതി, ദൈവം നിങ്ങൾക്ക് 10 ഇരട്ടിയായിട്ട് തിരിച്ചു തരും. എവിടെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 10 ഇരട്ടിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് എവിടെ ഷെയർ മാർക്കറ്റിൽ ഇട്ടാൽ പോലും ഈ 10 ഇരട്ടിയായിട്ട് കിട്ടത്തില്ല. അപ്പൊ ഏറ്റവും നല്ല ലാഭം ഇവിടാണല്ലോ എന്ന് വിചാരിച്ച മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് കൊണ്ടിടും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ പെറുക്കിയെടുത്തുകൊണ്ട് ജെറ്റ് എയറോപ്ലെയിനിൽ ഈ പാസ്റ്റർ എന്ന് പറയുന്ന ചതിയന്മാര് പറന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആ ഒരു നീചമായിട്ടുള്ള ആ ഒരു ജഡികമായിട്ടുള്ള ഒരു ക്രിസ്തീയതയെ അതിനെക്കുറിച്ച് അതിന്റെ ന്യായവിധി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? 20ാമത്തെ വാക്യത്തിൽ അതാ നമ്മൾ വായിച്ച് വെളിപാട് 18:20 സ്വർഗമേ റിജോയ്സ് ഓ ഹെവൻ, ഓ സ്വർഗം, അവിടെ സ്വർഗത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കോടാനുകോടി ദൂതന്മാരും എല്ലാം വലിയ ആർത്തതുള്ളൂ, ആനന്ദിക്കുവിൻ, അവളെ ചൊല്ലി ആനന്ദിക്കുവിൻ, വിശുദ്ധന്മാരും നമ്മൾ ഓരോ വിശ്വാസികളും വിശുദ്ധന്മാരാണെന്നാണ് വചനത്തില്. അല്ലാതെ ഈ വിശുദ്ധന്മാരായിട്ട് ഇവര് പ്രഖ്യാപിക്കുന്ന ഈ കുറെ സഭകൾ എന്ന് പറയുന്ന ആൾക്കാർ പ്രഖ്യാപിക്കുന്ന ഇവരെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, ഇവളെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന മനുഷ്യ പാരമ്പര്യത്തിനും മ്ലേച്ഛതയല്ല, മറിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവവേദനും വിശുദ്ധനാണ്. അത് എഫേസ്യസിലുള്ള വിശുദ്ധരോട് എഴുതുന്നതെന്നാണ് എഫേസ്യർ 1:1 നമ്മൾ വായിക്കുന്നത്. അതുപോലെ പല ലേഖനങ്ങളുടെയും ആദ്യത്തെ വാക്യങ്ങളിൽ സാധാരണക്കാരായ ദൈവമക്കളെയാണ് വിശുദ്ധരെന്ന് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ ഒരു ബിസിനസ് ആക്കി പാപം ക്ഷമിക്കണമെങ്കിൽ പൈസ കൊടുക്കണമെന്നുള്ള അതുപോലെയുള്ള ആ ഒരു അത്രയും കത്തോലിക്ക സഭ അത്രമാത്രം നീചമായിട്ടുള്ള ഒരു ഇതിലേക്ക് അധപതിച്ച് ആ ഒരു ഇരുളടഞ്ഞ ആ ഒരു സമയത്താണ് മാർട്ടിൻ ലൂതറിനെ ദൈവം, അവിടെ തന്നെ റോമൻ കാത്തലിക് മങ്കായിരുന്ന ജർമ്മൻകാരനായിരുന്ന ആ ഒരു പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതർ ദൈവം അത്രയും ഒരു അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായിരുന്നു. വെച്ചാൽ ഈ കർത്താവിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ എത്ര കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭയാവട്ടെ. പിന്നെ വേർപെട്ട് മാർട്ടിൻ ലൂതറിന്റെ സമയത്ത് മാർട്ടിൻ ലൂതറിനെ ദൈവം അതുമായിട്ട് എഴുന്നേൽപ്പിച്ചു. മാർട്ടിൻ ലൂതറിനെ കൊല്ലാൻ വേണ്ടി അവര് ദൈവം മാർട്ടിൻ ലൂതറിനെ പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മാർട്ടിൻ ലൂതറിനെ അവർ കൊന്നൊടുക്കുകയാണ്. അതുപോലെ എത്രയോ വിശുദ്ധന്മാരെ കൊന്ന് കളഞ്ഞ കത്തോലിക്ക സഭയുടെ പാരമ്പര്യമുണ്ട്. എന്നാൽ ഇന്ന് അതിന്റെ പുറമൂടിയൊക്കെ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. കുറെ പുറമേയൊക്കെ കുറെ അവര് കുറെ റിഫർമേഷൻ മാതിരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അകമേയുള്ള അതിന്റെ കോർ ലീഡർഷിപ്പിന്റെ ആ ഒരു ക്രക്സ് എല്ലാം സെയിം തന്നെ. ആ ഒരു കാര്യങ്ങൾ തന്നെ പുറമേ കുറെ നല്ല പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിനകത്ത് വഞ്ചിക്കപ്പെട്ട് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവരെയെല്ലാം നമ്മൾ പറയുന്നതാണ്. ഇതിന്റെ ഒരു കോർ ലീഡർഷിപ്പിലോട്ട് പോകുമ്പോൾ അതിന്റെ മുകളിലോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ എല്ലാം വൃത്തികേടുകളും മ്ലേച്ഛതകളും എല്ലാം കൂടുതൽ മൂക്കെ കൈവച്ചാൽ പോലും പറ്റാത്ത തരത്തിലുള്ള ആത്മീയ ദുർഗന്ധം വമിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം അത് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇതിനൊരു ന്യായവിധി വരുമ്പോൾ ഈ ജസബേലിന്റെ ആത്മാവുള്ള ഈ ബാബിലോണാകുന്ന മഹാവേശിയെ താഴേട്ട് ഇട്ട് കളയുമ്പോൾ സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉള്ളവരെ, വിശുദ്ധന്മാരെന്ന സാധാരണ വിശ്വാസികൾ, പിന്നെ അപ്പോസ്തലന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കും. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് സെന്റ് എന്നാണ്. അപ്പോസ്റ്റലോ എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് സെന്റ്, അയക്കപ്പെട്ടവർ. ആ അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ആ ഒരു 12 അപ്പോസ്തലന്മാർ മാത്രമല്ല, യൂദാസ്മാർ പൗലോസായാലും ആ 12 അപ്പോസ്തലന്മാർ മാത്രമല്ല പലരെയും അപ്പോസ്തലന്മാരായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഈവൻ വെളിപാട് 2-ാം അധ്യായത്തിൽ എഫേസ്യ സഭയോട് എഴുതുമ്പോൾ നിങ്ങൾ കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞതായിട്ടൊരു അഭിനന്ദനം പറയുമ്പം 12 അപ്പോസ്തലന്മാർ മാത്രമേ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, നിങ്ങൾ ഈ കള്ള അപ്പോസ്തലന്മാരെ തിരിച്ചറിയാൻ ആ ലിസ്റ്റിനകത്ത് ഉണ്ടെന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർ വേറെയും തിമോഥെയോസിനെയും കർത്താവിന്റെ അനിയനായിട്ടുള്ള യാക്കോബിനെയൊക്കെ അപ്പോസ്തലനായിട്ട്, കർത്താവിന്റെ അനിയനുള്ള യാക്കോബിനെ അപ്പോസ്തലനായിട്ട് ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ആ അപ്പോസ്തലിക ശുശ്രൂഷ എന്ന് പറയുമ്പം എ ഫാദർ ടു ദ ലീഡേഴ്സ് ഓഫ് ദ ചർച്ച്, ഓരോ ചർച്ചിന്റെയും എൽഡേഴ്സിന് ഒരു ആത്മീയ പിതാവ് എന്നുള്ള നിലയിലുള്ള ഒരു സ്ഥാനമാണ് അപ്പോസ്തലിക ശുശ്രൂഷ. നമ്മളിപ്പം സാഗ്ബറിന്റെ ആ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയെ നമ്മൾ വിലമതിക്കുന്നത് പോലെ ആ ഒരു ദൈവം ഓരോ കാലഘട്ടത്തിൽ പല ഗ്രൂപ്പ് ഓഫ് ചർച്ചസിനെ ലീഡർഷിപ്പ് കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ ഒരു അപ്പോസ്തലിക ശുശ്രൂഷയുള്ളവര്. അപ്പൊ ആ ഒരു വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാർ പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പ്രവചന ശബ്ദം, ആ ഒരു കാലഘട്ടത്തിന് ദൈവവചനം ആ ഒരു സമയത്ത് കേൾക്കേണ്ടതായിട്ടുള്ള ദൈവത്തിന്റെ ഒരു ആലോചനയും ദൈവത്തിന്റെ ഒരു ഭാരവും ഒക്കെ പറയുന്ന, മനുഷ്യമാനം തേടാതെ അൺകോംപ്രമൈസിംഗ് ആയിട്ട്
ദൈവത്തിന്റെ എല്ലാവരും പ്രവചിക്കണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. 1 കൊരിന്ത്യർ 14:1 വാക്യത്തിൽ അതാ നമ്മൾ വായിക്കുന്നേ. എന്നാൽ പ്രവചിക്കുന്നവരെല്ലാം പ്രവാചകന്മാരല്ല. സാക്ബോർഡ് പറഞ്ഞ കണക്ക് ഡ്രൈവ് ചെയ്യുന്നവരെല്ലാം ഡ്രൈവർമാരല്ല, അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്നവരെല്ലാം ടീച്ചർമാരല്ല. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഒരു ABCD അവരുടെ ലെസൺസ് പറഞ്ഞു കൊടുത്താൽ ഞാൻ ടീച്ചർ ആവുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ അവരെ ആ സമയത്ത് ടീച്ച് ചെയ്തു. പക്ഷെ ഐ എം നോട്ട് എ ടീച്ചർ ബൈ പ്രൊഫഷൻ. പ്രൊഫഷനായിട്ട് ടീച്ച് ചെയ്യുന്ന ആള് ടീച്ചർ. അല്ലെങ്കിൽ ഞാൻ കാർ ഡ്രൈവ് ചെയ്യുന്നു, പക്ഷെ ഞാനൊരു ഡ്രൈവർ, ഐ എം നോട്ട് എ ഡ്രൈവർ ബൈ പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രവചിക്കുക. എല്ലാവരും ദൈവമക്കളെല്ലാം പ്രവചിക്കണം, ദൈവജനം ഷെയർ ചെയ്യണമെന്ന ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ആലോചനകൾ ഷെയർ ചെയ്യണമെന്ന ദൈവം ആഗ്രഹിക്കുന്നേ. എന്ന കൺസിസ്റ്റന്റ് ആയിട്ട് ദൈവത്തിന്റെ ഒരു ഭാരത്തെയും ദൈവത്തിന്റെ ഒരു ദൂതനെയും ആ ഒരു കാലഘട്ടത്തിന് സഭയ്ക്ക് ആവശ്യമായ വണ്ണം ഘോഷിക്കുന്ന ആ ഒരു പ്രവചന ശബ്ദത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്നവരെയാണ് പ്രവാചകന്മാർ എന്നുള്ളൊരു കാര്യം വിളിക്കുന്നത്. എന്നാൽ പ്രവാചികമാര് പുതിയ നിയമത്തിലില്ല. അത് പഴയ നിയമത്തിൽ പ്രവാചികന്മാരുണ്ടായിരുന്നു. ഡെബോറയെ കുറിച്ചും ഇവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ഹന്നയെ കുറിച്ചും ഒക്കെ നമ്മൾ അവസാനത്തെ പ്രവാചികയായിട്ട് ഹന്നയെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കള്ളപ്രവാചികയായിട്ടുള്ള ജസബേൽ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാല് പുരുഷന്മാരുടെ മേലെ പ്രവാചക സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അധികാരത്തിന്റെ സ്ഥാനമാണ്. അപ്പൊ ആ ഒരു ഈവൻ ടീച്ചിങ് പുരുഷന്മാരെ ഉപദേശിക്കുവാനോ ടീച്ച് ചെയ്യുവാനോ ഡോക്ടറിൻസ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതാണ് എന്നുള്ളൊരു ടീച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മോഡിലുള്ള കാര്യങ്ങളൊക്കെ അത് സഹോദരന്മാരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഓഫ്കോഴ്സ് സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും സഹോദരിമാർക്ക് ടീച്ച് ചെയ്യാം, സൺഡേ സ്കൂളിലും അങ്ങനെയുള്ളതൊക്കെ. എന്നാൽ സഹോദരന്മാരെ അവർക്ക് മേൽ ആത്മാധികാരം ചെലുത്താൻ സഹോദരിമാരെ ദൈവം അത് നമ്മൾ 1 തിമോഥെയോസ് 2:12 നമ്മൾ കാണുന്നത്. എന്നാൽ വെയിൽ ചെയ്തുകൊണ്ട് തല മൂടിക്കൊണ്ട് സഹോദരിമാർക്കും പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും, അതായത് ദൈവജനം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാവുന്നൊക്കെ 1 കൊരിന്ത്യർ 11:5 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നമ്മളോട് പറയുന്നത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഉള്ളവര് ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളോട് നിങ്ങൾക്ക് വേണ്ടി ഈ ദൈവമക്കൾക്കെതിരായിട്ട് ദൈവം എത്രയോ വിശുദ്ധന്മാരുടെ ചോര കുടിച്ച ഈ ബാബിലോൺ, ആ ബാബിലോണ് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവിടെ ചൊല്ലി ആനന്ദിക്കുവിൻ, റിജോയ്സ് എന്നുള്ളൊരു കാര്യം വായിക്കുന്നത്. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ 21 വാക്യത്തില് ശക്തനായൊരു, നമ്മൾ അടുത്ത ആഴ്ച നമുക്ക് കാണാൻ, ശക്തനായൊരു ദൂതൻ തിരികല്ലോളം വലുതായൊരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞു പറഞ്ഞത് ത്രൂ ഇറ്റ് ഇൻ ടു ദ സീ. ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ, ചില ഒരു ശക്തിയോടെ, ത്രോൺ ഡൗൺ വിത്ത് വയലൻസ്. ഹേമം എന്നുള്ള വാക്കിന് 2 അർത്ഥമുണ്ട്. ഹേമം എന്നുള്ള വാക്കിന് സ്വർണം എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഹേമമാലിനി എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാല, ഹേമലത, സ്വർണ്ണവള്ളി എന്നൊക്കെ അതിന്റെ അർത്ഥം. എന്നാൽ ഹേമം എന്നുള്ള വാക്കിന് നിർബന്ധം, വയലൻസ്, ശക്തി, അങ്ങനെ ഒരു അർത്ഥവും കൂടെ ഉണ്ട്. അതാ ഹേമത്തോടെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണെങ്കിൽ ഈ ഹേമത്തോട് എറിഞ്ഞു കളയെന്ന് പറഞ്ഞാൽ ഈ ജസബേലിന്റെ വീഴ്ചയാ. നമ്മളിപ്പം മുമ്പേ 2 രാജാക്കന്മാർ 9:33 വായിച്ചത് നമ്മൾ ആദ്യം പുസ്തകത്തിൽ അടുത്ത ആഴ്ച അതിന്റെ റെഫറൻസും കാര്യങ്ങളൊക്കെ 21 വാക്യത്തിന്റെ എക്സ്പ്ലനേഷനിൽ വരുന്നുണ്ട്. നമുക്ക് സമയമായതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ അടുത്ത ആഴ്ചയും ചിന്തിക്കാമല്ലോ. നമുക്ക് മുമ്പാകെ കണ്ണുകൾ അടച്ച് നമുക്കിതിൽ നിന്ന് എന്താ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഈ ഒരു ജസബേലിന്റെ ഒരു സ്പിരിറ്റ് ഒരു സ്ത്രീയില് ഒരു നിഗളത്തിന്റെ, ലൂസിഫറിന്റെ ഒരു സ്പിരിറ്റ്, സാത്താന്റെ ഒരു ആത്മാവിന്റെ സ്വാതന്ത്ര്യമാണ് ജസബേലിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. പുരുഷനിൽ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരാൾ ഡയട്രോഫിസിനെ കുറിച്ചൊക്കെ നമ്മൾ 3 യോഹന്നാനിലൊക്കെ വായിക്കുന്നുണ്ട്. ഡയട്രോഫിസ് ഒരു പുരുഷനായിരുന്നു, അവനൊരു സ്പിരിറ്റ് ഓഫ് റിബല്യൻസ്. ഒരു സഹോദരിയിൽ അതുപോലുള്ളതാവുമ്പോഴാണ് സ്പിരിറ്റ് ഓഫ് ജസബേൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മള് ആ ഒരു വ്യാജ ക്രിസ്തീയതയിൽ നിന്നെല്ലാം നമ്മൾ എന്തെല്ലാം ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളണം. നമ്മള് കർത്താവിന്റെ വചനത്തെ അതുപോലെ പിൻപറ്റുവാൻ നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ വേർപെട്ട് കർത്താവിനായിട്ട് ഒരു വില കൊടുത്ത് പാളയത്തിന് പുറത്ത് നിന്ന് സഹിച്ച് വന്നവരാണെങ്കിലും നമ്മളിലേക്കും എത്രയോ, അതായത് ലൂതറൊക്കെ, മറ്റു ലൂതർ എത്രയോ വില കൊടുത്ത് വന്നയാളാണ്. ലൂതറിന്റെ സമയത്തൊക്കെ ആ ലൂതറൻ ചോദിച്ച് വളരെ നിർമ്മലമായിട്ട് നിന്ന്. എന്നാൽ ലൂതറിന്റെ കാലത്തിന് ശേഷം ആ ലൂതറൻ ചേർച്ചിൽ തന്നെ ഒത്തിരി അപജയങ്ങള്, ഒത്തിരി വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. വെസ്ലിയുടെ കാലത്ത് മെത്തഡിസ്റ്റ് ചേർച്ച് ദൈവം ഉയർത്തി. എന്നാൽ അതിനുശേഷം അവിടെ ഒത്തിരി കറപ്ഷൻ, വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. വില്യം ബൂത്തിന്റെ സമയത്ത് സാൽവേഷൻ ആർമി ദൈവം ഉയർത്തി. എന്നാൽ വില്യം ബൂത്തിന്റെ സമയത്തിന് ശേഷം അത് ഒരു ചട്ടക്കൂടായിട്ട് മാറിക്കഴിഞ്ഞു. അതുപോലെ ദൈവം ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം CFC ചർച്ചിനെ ഉയർത്തി. എന്ന അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു അപജയം, ഒരു കറപ്ഷൻ കാലങ്ങളും പാരമ്പര്യവും ഒക്കെ കൂടുമ്പോൾ
നമ്മളുടെ അറിവും നമ്മളുടെ അനുഭവ പരിചയവും ഒക്കെ നമുക്ക് ദൈവമായിട്ട് തീരുമ്പോൾ നമ്മളും ആ ഒരു ബാബിലോണിന്റെ ആത്മാവിലേക്ക് അറിവ് ചേർപ്പിക്കുന്നു. ആത്മാവോ ആത്മീയവർദ്ധന സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു എന്ന് ഗുരുതർ 8:1 നമ്മൾ വായിക്കുന്നു. അപ്പം ആ ഒരു കർത്താവിനോടുള്ള നിർമ്മല സ്നേഹത്തിലേക്ക്, ക്രിസ്തുവിനുള്ള നിർമ്മല ഏകാഗ്രതയും വിട്ട് വഷളായി പോകാതെ, മറ്റൊരു യേശുവിന്റെ പിന്നാലെ, മറ്റൊരു സുവിശേഷത്തിന് പിന്നാലെ, മറ്റൊരു ആത്മാവിന്റെ പിന്നാലെ പോകാതെ, കർത്താവെന്ന ആ ഒരു ഏകപുരുഷനെ നിർമ്മല കന്യകയായിട്ട് വിവാഹ വാഗ്ദത്തം ചെയ്തവൾ എന്ന വണ്ണം കർത്താവിനോട് ഉള്ള ആ ഒരു നിർമ്മലത, ഏകാഗ്രമായിട്ടുള്ള ഭക്തിയില് വളരുവാൻ തക്കവണ്ണം, ആ ഒരു ആദ്യ സ്നേഹത്തിൽ നിറയുവാൻ തക്കവണ്ണം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാൻ, നമ്മുടെ ജീവിതത്തിലുള്ള ആ കുറവുകള്, മത്സരങ്ങള്, ദൈവത്തിന്റെ അധികാരത്തിനെതിരായിട്ടുള്ള മത്സരങ്ങള്, ദൈവം ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയത്തിലുള്ള നികളവും, നമ്മളിലുള്ള സ്വയകേന്ദ്രിതമായ നമ്മുടെ ജഡവും, നമ്മളുടേതായ എത്രയോ കഴുകപ്പെടേണ്ടതായിട്ടുള്ള നമ്മുടെ ജഡത്തിന്റെ പല ലേയേഴ്സ് കർത്താവ് കാണിക്കുമ്പോൾ നമ്മെ തന്നെ നമുക്ക് ദൈവം മുമ്പാകെ താഴ്ത്താം. കർത്താവെ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണം. അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവെ, അവിടെ തന്നെ കർത്താവെ നിർമ്മലീകരിക്കണമേ, അവിടുത്തെ വെളിച്ചം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങൾ എത്ര അശക്തരാണ്, ഞങ്ങൾ എത്ര കർത്താവെ, എത്ര പാപികളാണ്. ഞങ്ങൾക്കും ഇതേ ജഡമാണല്ലോ ഉള്ളത് കർത്താവെ. ഏതൊരു ലോകപ്രകാരമുള്ള ഏറ്റവും മോശമായിട്ടുള്ള മനുഷ്യരെക്കാട്ടിലും കർത്താവെ അതേപോലുള്ള ജഡമാണ് ഞങ്ങൾക്കും ഉള്ളത്. കർത്താവെ, ബാബിലോണിന്റെ ചുക്കാൻ പിടിക്കുന്ന അനേകരുണ്ട്, എന്നാൽ അവർക്കുള്ള അതേ ജഡം തന്നെ ഞങ്ങൾക്കും ഉള്ളത് കർത്താവെ. ഞങ്ങൾ അവരെ കല്ലെറിയാനല്ല, മറിച്ച് അത് വിവേചിച്ച് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭയിലും ഒന്നും ഇതിന്റെ ആ ഒരു ഗന്ധം പോലും അടിക്കാതെ വണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ നിർമ്മലതയുടെ ദൈവഭയത്തില്, നുറുക്കത്തില് സൂക്ഷിക്കുവാൻ, ആത്മാവിലെ ദാരിദ്ര്യത്തില് അങ്ങേ ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു നീഡ് യു എവറി മൊമെന്റ് കർത്താവെ, ഒരു നിമിഷം അങ്ങേ ആവശ്യമുണ്ടെന്നുള്ള ആ ഒരു മുറുക്കത്തിൽ ഞങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. ഞങ്ങളോട് മനസ്സിൽ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ അങ്ങേ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കർത്താവെ ചൂണ്ടിക്കാണിച്ചു തരണമേ. അവിടുത്തെ മുഖപ്രകാശത്തില് അവിടുത്തെ കർത്താവെ, അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ എങ്കിൽ ചൂണ്ടിക്കാണിച്ചു തരണം. മാനസാന്തരപ്പെടുവാൻ, അതിനെ ഓർത്ത് ദുഃഖിക്കുവാൻ, കരയുവാൻ, കർത്താവ് അവിടുത്തെ രക്തത്തിൽ കഴുകപ്പെടുവാൻ, അവിടുത്തെ സ്നേഹത്തെ നിറയപ്പെടുവാൻ, അവിടുത്തോട് ചേർന്ന് വരുവാൻ കർത്താവെ, അങ്ങനെയുള്ള ഒരു സ്വസ്ഥതയിലേക്ക്, നിർമ്മലതയിലേക്ക്, നിർമ്മല ഏകാഗ്രമായ ഭക്തിയിലേക്ക് കർത്താവെ, ആദ്യ സ്നേഹത്തിലേക്ക് തികഞ്ഞു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ കുറയണം, അവിടുന്ന് വളരണം. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.